Good afternoon, everyone. Good afternoon, Good miss. afternoon. Good afternoon, ma'am. Okay, good afternoon. Yeah, okay. Prayer start ചെയ്യട്ടെ. Of course. Good afternoon, my dear teacher and friends. എങ്ങും എങ്ങും നിറയും വെളിച്ചമേ, എൻ കരളിൽ കുടിയിരിക്കണമേ. എന്റെ പാദം ഇടറാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ. പൂവിലൂറുന്ന പുഞ്ചിരി നീയല്ലോ, പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ. പുല്ലമാടവും പൂമണി മേടയും തുല്യമായി തരും ശക്തിയും നീയല്ലോ. നല്ല ബുദ്ധിയായി എന്റെ മനസ്സിലും, നല്ല വാണിയായി നാവിന്റെ തുമ്പിലും, നല്ല ചെയ്തിയായി എന്നുടെ കയ്യിലും, നന്മയായി നീ നിറഞ്ഞിരിക്കണമേ. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ, എൻ കരളിൽ കുടിയിരിക്കണമേ. എന്റെ പാദം ഇടറാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ. താങ്ക് യു ഓൾ. Okay. Next, Dr. Today. Good afternoon, ma'am. കേൾക്കുന്നുണ്ടോ? Yeah, പറയൂ. ഗായത്രിയാണ് ഫ്രം പത്തനംതിട്ട. Today's thought: people teach their children not to be selfish and not to say me and I. We all need others to survive, not just in our personal relationships, but in our all relationships. Think of we, not me. ആളുകൾ അവരുടെ കുട്ടികളെ സ്വാർത്ഥരാകാതിരിക്കാനും എനിക്ക് അല്ലെങ്കിൽ ഞാൻ എന്ന് പറയാതിരിക്കാനും പഠിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. നമുക്കെല്ലാവർക്കും ജീവിക്കാൻ മറ്റുള്ളവരെ ആവശ്യമുണ്ട്. അത് നമ്മുടെ വ്യക്തിപരമായ ബന്ധങ്ങളിൽ മാത്രമല്ല, നമ്മുടെ എല്ലാ ബന്ധങ്ങളിലും അങ്ങനെ തന്നെയാണ്. ഞാനല്ല, ഞങ്ങൾ എന്ന് ചിന്തിക്കുക. താങ്ക് യു മാം. Okay, പറയൂ. Yeah. Okay, അപ്പോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വെർബാണ് പഠിച്ചത് അല്ലേ? ആണോ? വെർബ് തുടങ്ങിയ പ്രോപ്പർ നൗൺ അല്ലേ? പ്രോപ്പർ നൗൺ ആണോ? ആ പ്രോപ്പർ നൗൺ നമ്മൾ എടുത്തിട്ട് ഒന്നുകൂടി ടീച്ചറെ കുറച്ച് മനസ്സിലായിട്ടില്ല അവർക്ക് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞ് നമ്മൾ എക്സാമ്പിളും ഇതൊക്കെ പറഞ്ഞു തരല്ലേ ചെയ്തത്. ഇനി നെക്സ്റ്റ് ഇന്നായിരിക്കും വെർബ് സ്റ്റാർട്ട് ചെയ്യണത്. ഓക്കെ, വെർബ് സ്റ്റാർട്ട് ചെയ്യാം. മോക്ക് ടെസ്റ്റ് ചെയ്തിരുന്നോ? ചെയ്തിട്ടുണ്ടായിരുന്നു. ഈസി ആയിരുന്നു ടീച്ചറെ. തീർച്ചയായിരുന്നു. മനസ്സിലായോ എങ്ങനെയാ ക്വസ്റ്റ്യൻ വരാന്ന്? മനസ്സിലായോ? ആ മനസ്സിലായി. മനസ്സിലായി. ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു, ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അത് അറ്റൻഡ് ചെയ്തപ്പോ ഭയങ്കര ഈസി ആയിട്ട് തോന്നി. ഓക്കെ, ആ ഒരു മോഡലാണ് എക്സാം വരാം. സിക്യൂ മോഡലാണ് എക്സാം ഉള്ളത്. അതുമല്ല ക്വസ്റ്റ്യൻസ് വരുന്നത് ഇങ്ങനെയൊക്കെയാണെന്ന് മനസ്സിലായല്ലോ? ആ മനസ്സിലായി ടീച്ചറെ. നിങ്ങൾ ഉദ്ദേശിച്ച പോലെയൊന്നല്ല ക്വസ്റ്റ്യൻ വരാം അല്ലേ? അത് ശരിയാണ്. ശരിയാണ്. നിങ്ങൾ കുറച്ച് ടഫായെന്നൊക്കെ വിചാരിച്ചു, എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വരാ എന്നൊരു ഐഡിയ ഉണ്ടായില്ല. അപ്പോ ഇങ്ങനെയും വരാം, ചിലപ്പോ മാറ്റവും വരാം. ഓക്കെ, മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, എന്താണ് ടെക്സ്റ്റ് ഉള്ളത് ഓരോന്നും അറിഞ്ഞിരിക്കുക, അതാണ് നല്ലത്. മനസ്സിലാക്കി വെക്കുക, പഠിക്കേണ്ടത് പഠിക്കുക, മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കി വെക്കുക.
ഓക്കെ, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എക്സാമിന് ആൻസർ എഴുതാൻ പറ്റുള്ളൂ. അല്ലാതെ ടെക്സ്റ്റ് ഉള്ളത് അങ്ങനെ കാണാൻ പാഠം പഠിച്ചു കഴിഞ്ഞാല് രക്ഷയില്ല. ഓക്കെ, അതൊക്കെ ഒന്നും മനസ്സിലാക്കി വെച്ചാൽ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. ഏത് രീതിയിലാ വരികയാണ് പറയാൻ പറ്റില്ലല്ലോ. ഓക്കെ, അതാണ് ഇത്രയും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് മനസ്സിലാക്കി. ചിലപ്പോ ടീച്ചർ 2 ക്ലാസ് ഒക്കെ എടുത്തതുകൊണ്ടായിരിക്കാം കുറച്ച് നല്ലോണം മനസ്സിലായത്. നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുകയും ചെയ്തു. അപ്പൊ കുറച്ചുകൂടി നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് തോന്നി. മനസ്സിലായോ? അപ്പൊ അതേപോലെ പഠിക്കണം. ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ പഠിക്കാം. ഓക്കെ ഓക്കെ. Moving on the next unit, unit 3, page number 41, the verb system in English. Okay. ഈ ചാപ്റ്ററില് ഞാൻ ഈ ടേബിള് ഈ ഒരു വെർബിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നില്ലേ, അത് മാത്രമേ എടുക്കുന്നുള്ളൂ. അങ്ങോട്ട് പോകുന്തോറും നിങ്ങൾ പഠിക്കേണ്ടത് ഒരുപാടുണ്ട്. അല്ലാതെ വെർബ് മാത്രം പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാവില്ല ഞാൻ പറഞ്ഞാല്. ഓക്കെ, സോ ഇപ്പോ സ്ക്രീനിൽ കാണുന്ന എല്ലാവരും പഠിക്കണമെങ്കിൽ, മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ആദ്യം ടെൻസ് അറിഞ്ഞിരിക്കണം. ഓക്കെ, ടെൻസ് അറിഞ്ഞിരുന്നാലേ നിങ്ങൾക്ക് ഇതൊക്കെ കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാനും മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സോ അതുകൊണ്ട് ഞാനിപ്പോ എന്താണ് വെർബ് എന്ന് മാത്രം പറയും. വെർബിനെ നമുക്ക് പഠിക്കാൻ ടെൻസ് ഇല്ലേ ടീച്ചറെ? ടെൻസ് ഉണ്ട്, അതൊരു അടുത്ത അപ്പൊ ചാപ്റ്റർ ആണ്. ടെൻസ് എടുത്തു കഴിഞ്ഞിട്ട് വെർബ് എടുത്താണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലായില്ലേ? പറ്റില്ല അല്ലേ? അതെ, പക്ഷേ നിങ്ങളുടെ ചാപ്റ്റർ യൂണിറ്റ് പോയിരിക്കുന്ന ഒരു കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. കാരണം വെർബ് കഴിഞ്ഞിട്ടാണ് ടെൻസ് വന്നിരിക്കുന്നത്, ടെൻസ് കഴിഞ്ഞിട്ടാണ് അഡ്ജക്റ്റീവ് വന്നിരിക്കുന്നത്. പക്ഷെ കറക്റ്റ് ഓർഡർ അങ്ങനെയല്ല നമ്മൾ പഠിക്കേണ്ടത്. വെർബ് പഠിക്കുക, അതിനുശേഷമാണ് അഡ്ജക്റ്റീവ്, ആഡ്വേർബ് ഇതെല്ലാം പഠിച്ചതിന് ശേഷമാണ് നമ്മൾ ടെൻസിലേക്ക് പോവാം. പ്രൊപോസിഷൻ ഇതൊക്കെ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ടെൻസിലേക്ക് പോകാൻ പറ്റുള്ളൂ. അല്ലാതെ ഞാൻ ടെൻസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. കാരണം എന്താണ് അഡ്ജക്റ്റീവ്, എന്താണ് ഓക്സിലറീസ്, മൊഡൽ വെർബ് എന്താണ്, പ്രൊപ്പോസിഷൻ എന്താണ്, അതൊക്കെ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ടെൻസ് പറഞ്ഞാല് മനസ്സിലാവുള്ളൂ. ഇതൊന്നും അറിയാണ്ട് ടെൻസിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ വെറുതെ അയ്യോ എന്താണ് ആ ഓക്സിലറി എന്താണ് ക്വസ്റ്റ്യൻ വരും. ഓക്കെ, അപ്പൊ ഇതെല്ലാം പഠിച്ചതിന് ശേഷം മാത്രം ലാസ്റ്റ് ആണ് നമുക്ക് ടെൻസിലേക്ക് പോവാം. ഓക്കെ, അപ്പോ ഇവിടെ വരെ ഞാൻ എടുക്കുള്ളൂ. പ്രൈമറി മൊഡാൽ വെർബ് ഒന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോക്കുള്ളൂ. കാരണം മൊഡാൽ വെർബ് ഉള്ളതെങ്കിൽ നമുക്ക് ഒരു ക്ലാസ് കൊണ്ടൊന്നും തീരില്ല. ഓക്കെ, അപ്പോ ഈ ഒരു പാരാഗ്രാഫ് മാത്രമേ ഈ ചാപ്റ്ററിൽ ഞാൻ എടുക്കുന്നുള്ളൂ. ഓക്കെ, പിന്നെ എടുക്കുന്നില്ല. പിന്നെ ടെൻസ് കഴിഞ്ഞതിന് ശേഷമൊക്കെയാണ് എടുക്കുക. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കാം. വെർബ് എന്താണ്? വെർബ് വാട്ട് ഈസ് വെർബ്? വെർബ് ഈസ് എ ആക്ഷൻ. ആക്ഷൻ തന്നെയാണ് ഡൂയിങ് വേർഡ് ആണ്, ആക്ഷൻ ആണ് എന്ന് പറയാല്ലേ. ഓക്കെ, അപ്പോ വെർബിനെ തന്നെ നമ്മൾ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് അല്ലെ. ഓർഡിനറി വെർബ്സ് അല്ലെങ്കിൽ മെയിൻ വെർബ് എന്ന് പറയാം. ദെൻ ഹെൽപ്പിംഗ് വെർബ് ആണ് അല്ലെ. ഹെൽപ്പിംഗ് വെർബിനെ തന്നെ നമുക്ക് ഓക്സിലറി വെർബ് എന്നും പറയും. ഓക്കെ, പിന്നെ ഉള്ളത് റെഗുലർ വെർബ് ആൻഡ് ഇറഗുലർ വെർബ് ആണ്. ദെൻ ട്രാൻസിറ്റീവ് ആൻഡ് ഇൻട്രാൻസിറ്റീവ് വെർബ് ആണ്. ഓക്കെ, അപ്പോ അത്രയും ലെഫ്റ്റ് സൈഡ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓർഡിനറി വെർബ്, റെഗുലർ വെർബ്, ഇറഗുലർ ആൻഡ് ട്രാൻസിറ്റീവ് ആൻഡ് ഇൻട്രാൻസിറ്റീവ്, ഈ സൈഡ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ദെൻ ഓക്സിലറി ഹെൽപ്പിംഗ് വെർബ് എന്ന് പറയുന്നത് ഓക്സിലറി ആണ്. ഓക്സിലറീസും ഹെൽപ്പിംഗ് വെർബും സെയിം ആണ്. ഓക്കെ, ദെൻ പ്രൈമറി ഹെൽപ്പിംഗ് വെർബ് എന്ന് പറയുന്നതും മൊഡാൽ വെർബും നമ്മൾ പിന്നീട് പഠിക്കുള്ളൂ, ഇപ്പല്ല പിന്നീട്. ഓക്കെ, അത് ഞാൻ ആ ഒരു ഓർഡറിൽ പോവാം, അതാണ് കുറച്ചുകൂടി നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആകെ കൺഫ്യൂഷൻ ആവുള്ളൂ, ഒന്നും മനസ്സിലാവില്ല ക്ലാസ്സിൽ. ഓക്കെ, എല്ലാം കൂടെ ഒന്നിച്ചെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആകെ തലക്ക് ഇതാവും, ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പോ ഈ റൈറ്റ് സൈഡിലെ പോർഷൻ ഞാൻ എടുക്കുന്നില്ല, എടുക്കുന്നത് ലെഫ്റ്റ് സൈഡ് ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി എന്താണ് മിസ് ചെയ്തെടുക്കാത്തേ എന്നുള്ള ചോദ്യം വേണ്ട, പിന്നെ എടുക്കും. ഓക്സിലറീസും മൊഡാൽ വെർബും ഇമ്പോർട്ടന്റ് ആണ്. അതിന് സെപ്പറേറ്റ് ഒരു ക്ലാസ് ഉണ്ട്, അതിലെടുത്ത് നമ്മൾ ഓർഡറിൽ പോവാം. ഓക്കെ, അപ്പൊ ഇത്രയും ഭാഗമുള്ളൂ, ശ്രദ്ധിച്ചിരിക്കും. ഇപ്പോ വെർബിൽ നിങ്ങൾ എല്ലാവരും പറഞ്ഞു ഡൂയിങ് വെർബ് ആണെന്ന് പറഞ്ഞു. ഡൂയിങ് വെർബ് ആണ്. ഓക്കെ,
സെന്റ് നോട്ടാണ്. അപ്പോ ഈ കാണുന്ന ഇതിനെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തതാണ് റെഗുലർ, ട്രാൻസിറ്റീവ്, ഓർഡിനറി വെർബിനെ എക്സ്പ്ലെയിൻ ചെയ്താണ് എന്റെ ഈ നോട്ട് ഉള്ളത്. ഓക്കെ, അതിൽ ഇത്രയും മാത്രമേ ഉള്ളൂ, ഒരുപാടൊന്നുമില്ല, അത്രയും പോർഷൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോ ആക്ഷൻ വെർബ് ആണെന്ന് പറഞ്ഞു അല്ലെ, ആക്ഷൻ വെർബ് ആണ്. ഓക്കെ, ആക്ഷൻ വെർബിന് മെയിൻ വെർബും എന്ന് പറയാം. ഓക്കെ, അപ്പോ a verb is a word that indicates a physical action. Physical action ഉണ്ടെങ്കിൽ അവിടെ ആക്ഷൻ വെർബ് ആണെന്ന് പറയും. ഓക്കെ, ആക്ഷൻ വെർബ് ആണെന്ന് പറയും. അതായത് എന്തൊക്കെയാണ് ആക്ഷൻ വെർബിൽ വരുന്ന എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? ഈ നോട്ട് എഴുതിയെടുക്കണോ അതോ ടീച്ചർ ആ ഗ്രൂപ്പിൽ ഇടുവോ? ഗ്രൂപ്പിലിടും. എന്റെ നോട്ടൊന്നും എഴുതിട്ടുണ്ട്. ഓക്കെ, okay. Give me some examples of action verb. Tell me. Read, write, jumping, walking, running, play, singing, ബീറ്റ്, കിക്ക്. അങ്ങനെ lots of ഉണ്ടല്ലേ. Eat, run, jump, write, read. ഒരുപാടുണ്ട്. സ്ലീപ്പ് ഒക്കെ ആക്ഷൻ വെർബിൽ പെടില്ലേ? സ്ലീപ്പിംഗ്, സ്ലീപ്പിംഗ് ആക്ഷൻ, സ്ലീപ്പിംഗ്, ഈറ്റിംഗ്. ഇനിയിപ്പോ സ്ലീപ്പിംഗ് പറയുമ്പോ ഒരു മിസ് ഉറങ്ങിയില്ല, അവിടെ ആക്ഷൻ ഒന്നും ഇല്ലാന്ന് ചോദിക്കും. ഓക്കെ, അതും ഒരു വേർബാണ്. ഓക്കെ, അപ്പോ ആക്ഷൻ വേർബില് വരുന്നെല്ലാം മനസ്സിലായല്ലോ. നമ്മുടെ ഫിസിക്കൽ ആക്ഷൻസ് വരുന്ന എല്ലാരും ആക്ഷൻ വേർബാണ്. ഫിസിക്കലി നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ആക്ഷൻ വേർബിൽ പെടുന്നതാണ്. ഓക്കെ, അപ്പോ we eat a healthy food എന്ന് പറയുമ്പോ അവിടെ ആക്ഷൻ വേർബ് ഏതാണ്? മനസ്സിലായില്ലേ ക്വസ്റ്റ്യൻ ഒന്നുകൂടി? eating, ഈറ്റ് ആണ്. ഈറ്റ് ആണ് ഈറ്റ് ഹെൽത്തി ഫുഡ് എന്നല്ലേ? ഈറ്റ് ആണ്. eat ആണ് ആക്ഷൻ വരുന്നത്. എന്തോ? eat ആണ് ആക്ഷൻ വരുന്നത്. ഈറ്റ് ആണ് ആക്ഷൻ. Then she ran to catch the bus. റാൻ എന്നുള്ളതല്ലേ? ran റാൻ എന്ന് പറഞ്ഞാൽ ഓടി. ഇതിന്റെ പാസ്റ്റ് ടെൻസ് ആണ്. റണ്ണിന്റെ പാസ്റ്റ്. റാനിന്റെ പാസ്റ്റ് ആണ്. ക്യാച്ച് എന്ന് വിചാരിക്കുമ്പോ ക്യാച്ച് ആക്ഷൻ അല്ലേന്ന് തോന്നണ്ട, ആ ക്യാച്ച് വേറെയാണ്. ഓക്കെ, ബസ്സിൽ ക്യാച്ച് ചെയ്ത് പിടിക്കുക എന്നുള്ള അർത്ഥമല്ലല്ലോ അല്ലെ? ബസ് കിട്ടാൻ വേണ്ടി ഓടുന്നതാണ്, ആ ഒരു മീനിങ് ആണ് അവിടെ വരെ. ഇനി ഹി ക്യാച്ച് ദ ബോൾ ആണെങ്കിലോ? അപ്പൊ ക്യാച്ച് വരും. ക്യാച്ച് പറഞ്ഞാൽ പിടിക്കുക എന്നുള്ള അർത്ഥമല്ലേ? അപ്പൊ അത് വെർബായിട്ട് വരും. ഓക്കെ, അപ്പൊ സെന്റൻസിന്റെ ബേസിൽ ഇരിക്കും ആക്ഷൻ വെർബ് വരാം. ക്ലിയർ ആയില്ലേ ഇപ്പോ? ഓക്കെ, then she closed the door. No, sorry. ക്ലോസ് എന്നുള്ളതാണ്. ക്ലോസ്ഡ്, അടച്ചു. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ആക്ഷൻ വെർബ് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ലല്ലോ. ആക്ഷൻ വെർബ് ഐഡന്റിഫൈ സിമ്പിൾ അല്ലേ? സിമ്പിൾ ആണ്. ഓക്കെ, സ്റ്റേറ്റ് വെർബ്. സ്റ്റേറ്റ് വെർബ് പറയുമ്പോ മനസ്സിലായില്ലെങ്കിൽ ടെൻഷൻ എടുക്കണ്ട, അത് എക്സാമിന് ഇല്ല, നിങ്ങളുടെ പോർഷനിൽ ഇല്ല. പക്ഷെ ഞാൻ കുറച്ചുകൂടെ എക്സ്ട്രാ എന്നറിയാൻ വേണ്ടി മാത്രം അവിടെ നോട്ട് തന്നേ ഉള്ളൂ. ഓക്കെ, ഈ മിസ് എനിക്കത് മനസ്സിലായില്ല മിസ് എന്നൊക്കെ പറഞ്ഞ് ടെൻഷൻ അടിക്കല്ല, അറിയാൻ വേണ്ടി മാത്രം ഞാനൊരു നോട്ട് ആഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോ ആക്ഷൻ വെർബ് ഞാൻ പറഞ്ഞു. സെന്റൻസിൽ എന്തെങ്കിലും ഒരു ഫിസിക്കൽ ആക്ഷൻ ഉണ്ടെങ്കിൽ അത് ആക്ഷൻ വെർബ് ആണെന്ന് പറഞ്ഞു. അപ്പോ സ്റ്റേറ്റ് വെർബ് ഉണ്ട്. ഓക്കെ, ആക്ഷൻ വെർബ് മാത്രമല്ല ഉള്ളത്, സ്റ്റേറ്റ് വെർബ് ഉണ്ട്. അതായത് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും അത്, അവിടെ ഒരു ആക്ഷൻസോ ഒന്നും ഉണ്ടാവില്ല, ജസ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതും നമുക്ക് സ്റ്റേറ്റ് വെർബ് എന്ന് പറയാൻ പറ്റും. അതായത് ഇപ്പോ ഐ അണ്ടർസ്റ്റാൻഡ് വാട്ട് യു സേ എന്ന് പറയുമ്പോൾ ഐ അണ്ടർസ്റ്റാൻഡ് എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, എനിക്ക് മനസ്സിലായി. അവിടെ പ്രവൃത്തി ഉണ്ടോ? there is no action verb. അല്ലേ? അല്ലേ? അതെ. അപ്പോ ഐ ഡോണ്ട് ബിലീവ് യു, ഞാൻ നിന്നെ വിശ്വസിക്കില്ല, അവിടെയും ആക്ഷൻ ഇല്ല. സോ അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്, ജസ്റ്റ് ഒരു സ്റ്റേറ്റ് വെർബ് ആണ് എന്ന് മാത്രം മനസ്സിലാക്കാം. ക്ലിയർ ആയോ? സ്റ്റേറ്റ് വെർബിൽ ആക്ഷൻസ് ഒന്നും ഉണ്ടാവില്ല, പക്ഷെ അവിടെ ഒരു വെർബ് ഉണ്ടാവും, അത് മനസ്സിലാക്കി എടുക്കണം അല്ലെ?
അതൊരു സ്റ്റേറ്റ് വേർബ് ആണ്. അതിന് ഇൻവിസിബിൾ സ്റ്റേറ്റ് വെർബ് ആണ്. ഇൻവിസിബിൾ സ്റ്റേറ്റ്മെന്റ് അതായത് ആയിരിക്കും അല്ലേ? കാണാൻ ഒരു പറ്റാത്ത സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. ഐ അതില് ഇതില്ല, ആക്ഷൻ വേർഡ്സ് ഒന്നും കാണത്തില്ല. ഇപ്പോ ഈ നോസ് ദ ആൻസർ എന്ന് പറയുമ്പോൾ അവിടെ നോയാണ് വരിക. സ്റ്റേറ്റ് വേർബ് ആയിട്ട് വരുന്നത് നോയാണ്. ഓക്കെ, അത് പക്ഷെ ആക്ഷൻ വേർബ് അല്ല, ജസ്റ്റ് സ്റ്റേറ്റ് വേർബ് ആണ്, ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അത്രയേ ഉള്ളൂ. ക്ലിയർ ആയില്ലേ? ഐ ഫീൽ ഹാപ്പി ടുഡേ എന്ന് പറയുമ്പോഴോ അതിൽ കാണിക്കുന്നില്ല. ഐ ഫീൽ പറയുമ്പോ ഹാപ്പിയാണ്, അത് സ്റ്റേറ്റ് വേർബ് ആയിട്ട് വരാം. ഓക്കെ, പക്ഷേ എക്സാമിൽ ഇല്ല, അതുകൊണ്ട് ടെൻഷൻ അടിക്കണ്ട. ജസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്, ഒരു സ്റ്റേറ്റ് വേർബ് ആണ് എന്ന് മാത്രം മനസ്സിലാക്കണം. കാരണം ഒരു വെർബ് പഠിക്കുമ്പോൾ നമ്മളെല്ലാം പഠിക്കണം അതിന്. ഓക്കെ, ഇനിയിപ്പോ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു സ്റ്റേറ്റ് വേർബ് എന്ന് കേൾക്കുമ്പോൾ സ്റ്റാറ്റിക് വേർബ് എന്ന് പറയും, സ്റ്റേറ്റ് വേർബ് എന്ന് പറയും. ഓക്കെ, അങ്ങനെ കേൾക്കുമ്പോൾ മിസ് തന്നെ പഠിപ്പിച്ചിട്ടില്ലല്ലോ എന്ന് പറയരുത്, അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞുള്ളൂ. ഓക്കെ, ക്ലിയർ ആണോ? യെസ്. Yes. Okay. Then transitive verb. Transitive verb and intransitive verb ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, പറയുന്നത് കേൾക്കുക, ശ്രദ്ധിച്ചിരിക്കുക. ട്രാൻസിറ്റീവ് വേർബ് എന്ന് പറയുമ്പോൾ ഒരു സെന്റൻസ് കംപ്ലീറ്റ് ആകുന്നത് ഒരു ഒബ്ജക്റ്റിന്റെ സഹായത്തോടെ ആണെങ്കിൽ അത് ട്രാൻസിറ്റീവ് വേർബ് ആണ്. ഓക്കെ, അതായത് ഒരു സെന്റൻസിൽ ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അത് ട്രാൻസിറ്റീവ് വേർബ് ആണ്. ഓക്കെ, അതായത് ഇപ്പോ ഐ ഓപ്പൺ ദി ഡോർ, അവിടെ ഞാൻ തുറന്നത് എന്താണ്, ഞാൻ ഓപ്പൺ ചെയ്തത് എന്താണ്? ഡോർ ആണ്. അപ്പൊ ഡോർ ആണ് ആ സെന്റൻസിൽ ഒബ്ജക്റ്റ് അല്ലെ? ആ സമയം ആ സെന്റൻസിൽ ഒബ്ജക്റ്റ് ആ ഡോർ ഇല്ല, ആ സെന്റൻസ് കംപ്ലീറ്റ് ആണോ? അല്ല. ഐ ഓപ്പൺഡ് മാത്രമേ വരുള്ളൂ. ഐ ഓപ്പൺഡ് വാട്ട്? ഐ ഓപ്പൺഡ് അല്ലെ, ഞാൻ എന്താണ് ഓപ്പൺ ചെയ്തത് അറിയില്ല, ഇൻകംപ്ലീറ്റ് ആണ് അല്ലെ? അപ്പോ ഒബ്ജക്റ്റ് ഇല്ലാതെ സെന്റൻസ് കംപ്ലീറ്റ് ആവില്ല. എന്ത് ട്രാൻസിറ്റീവ് വേർബ് എന്ന് പറയുന്നത് അല്ലെ? അവിടെ ഐ ഓപ്പൺ ദി ഡോർ എന്ന് പറയുന്നത് അവിടെ ട്രാൻസിറ്റീവ് വേർബ് ഏതാണ്? ദ ഡോർ എന്നുള്ളതാണ്. ട്രാൻസിറ്റീവ് വേർബ് ഏതാണ്? ഡോർ അല്ലേ? ഓപ്പൺ. ഓപ്പൺ ഒബ്ജക്റ്റ് ആണ് ഞാൻ പറഞ്ഞത്. ഒബ്ജക്റ്റ് ആണ് ഡോറില്. ഇത് ട്രാൻസിറ്റീവ് വേർബ് എന്ന് പറയുന്നത് ഓപ്പൺ ആണ്. ഓക്കെ, ഷി സെൻഡ് എ ലെറ്റർ. ഷി സെൻഡ് എന്ന് പറയുമ്പോ ഇൻകംപ്ലീറ്റ് ആണ്. ഷി സെൻഡ് സംതിങ്, എന്തോ സെൻഡ് ചെയ്തു, പക്ഷെ എന്താണെന്ന് അറിയില്ല, കംപ്ലീറ്റ് അല്ല, ഇൻകംപ്ലീറ്റ് ആണ് അല്ലെ? അപ്പോൾ ഒബ്ജക്റ്റ് ആവശ്യമാണ്. സോ ഷി സെൻഡ് എ ലെറ്റർ. അങ്ങനെ ഒരു സെന്റൻസിൽ ഒരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ആ സെന്റൻസ് നമുക്ക് ട്രാൻസിറ്റീവ് വേർബ് ആണെന്ന് പറയാം. ഐഡന്റിഫൈ വിച്ച് ഈസ് ട്രാൻസിറ്റീവ് വേർബ് എന്ന് ക്വസ്റ്റൻ ആണെങ്കിൽ ഇതുപോലെ 4 സെന്റൻസ് ഉണ്ടാവും താഴെ. എല്ലാ സെന്റൻസും പിന്നെ ഈ ട്രാൻസിറ്റീവ് വെർബ് എന്ന് പറഞ്ഞാല് ഇതില് ഒബ്ജക്റ്റോടുകൂടി ഒരു സെന്റൻസ് കംപ്ലീറ്റ് ആയതിനെയാണോ നമ്മൾ ട്രാൻസിറ്റീവ് വെർബ് എന്ന് പറയുന്നത്? അങ്ങനെയാണ്. ഇതില് കംപ്ലീറ്റ് അല്ലാത്ത സെന്റൻസ് ആയിരിക്കില്ല, കംപ്ലീറ്റഡ് ആയിരിക്കും ഇതില്. അതെ, ഒബ്ജക്റ്റ് ഉണ്ടാവും ആ സെന്റൻസിൽ. ഒബ്ജക്റ്റ് ഇല്ലെങ്കിൽ അത് ഇൻട്രാൻസിറ്റീവ് ആണ്. ഓക്കെ, ഒബ്ജക്റ്റ് ഉള്ളത് വെർബ് എങ്ങനത്തെ ആയിരിക്കും? വെർബ് അപ്പോൾ ഒരു ആക്ഷൻ ഉണ്ടാവില്ലേ? ഐ ഓപ്പൺഡ് എന്ന് പറയുമ്പോൾ അവിടെ വെർബ് എന്ന് പറയുന്ന ഒരു പ്രവൃത്തിയാണ്, ഒരു ക്രിയയാണ്. അപ്പൊ അതില് സബ്ജക്റ്റും ട്രാൻസിറ്റീവ് വെർബും പിന്നെ ഒബ്ജക്റ്റും ഉണ്ടാവും. ഉണ്ടാവും. ഓക്കെ, അപ്പോ ക്വസ്റ്റ്യൻ ഇങ്ങനെ വരാം, ഐഡന്റിഫൈ വിച്ച് ഈസ് ട്രാൻസിറ്റീവ് വെർബ് എന്ന് ചോദിക്കുമ്പോൾ 4 ഓപ്ഷൻസ് തരും. പാസ്റ്റ് ടെൻസ് മാത്രമാണ് ഉണ്ടാവുക. ഈ വെർബിന്റെ പാസ്റ്റ് ടെൻസ് ആണോ അവിടെ വരുന്നത്? അങ്ങനെയൊന്നുമില്ല, പാസ്റ്റും പ്രസന്റ് ഒക്കെ വരാം. ടീച്ചർ തന്നിട്ടുള്ളതിലെല്ലാം പാസ്റ്റ് ആണോ? പാസ്റ്റ് ആണ്, അതെ. അപ്പൊ അങ്ങനെ പാസ്റ്റും പ്രസന്റ് ഒന്നും ആയിരിക്കില്ല, ചിലപ്പോ മാറി മാറി വരാം, ഫ്യൂച്ചർ വരാം, ഒന്നും പറയാൻ പറ്റില്ല. ഓക്കെ, ട്രാൻസിറ്റീവ് വെർബ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ മലയാളത്തിൽ എന്ത് പറയും? മലയാളത്തിൽ പറയേണ്ടത് ഒബ്ജക്റ്റിന്റെ സഹായത്തോടെ കംപ്ലീറ്റ് ആകുന്നതിനെയാണ് ട്രാൻസിറ്റീവ് വേർബ് എന്ന് പറയുന്നത്. സെന്റൻസ് കംപ്ലീറ്റ് ആവുന്നതിനെയാണ് ട്രാൻസിറ്റീവ് വേർബ് എന്ന് പറയുന്നത്.
അതായത് ഒബ്ജക്റ്റ് ഇല്ലാതെ ഒരു സെന്റൻസ് കംപ്ലീറ്റ് ആവുകയാണെങ്കിൽ അത് ഇൻട്രാൻസിറ്റീവ് വേർബ് ആണ്. ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻ വരയ്ക്ക് 4 ഓപ്ഷൻസ് തരും. ആ 4 ഓപ്ഷൻസ് നന്നായിട്ട് വായിച്ചു നോക്കിയിട്ട് അതിൽ ഏതെങ്കിലും ഒരു സെന്റൻസിലായിരിക്കും ഒബ്ജക്റ്റ് ഉണ്ടാവുക. ബാക്കി എല്ലാ സെന്റൻസും ഒബ്ജക്റ്റ് ഉണ്ടാവില്ല. ചിലപ്പോൾ കൺഫ്യൂസിങ് ആക്കാനായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ വരും, അത് വേറെ കാര്യം. അപ്പൊ നിങ്ങൾ അത് ഐഡന്റിഫൈ ചെയ്യണം. ഇതാണ് ട്രാൻസിറ്റീവ് വേർബ്. അത് സെന്റൻസ് മീനിങ് മനസ്സിലാക്കിയാൽ മാത്രം മതി. അപ്പൊ ക്ലിയർ. ഓക്കെ, മനസ്സിലായോ? A transitive verb is a verb that declares an object to receive the action of the verb. ആക്ച്വലി 5th സ്റ്റാൻഡേർഡിലെ ഗ്രാമർ ടെസ്റ്റിൽ ഇന്നലെ ഞാൻ ഇത് പഠിപ്പിച്ചു കൊടുത്തതേ ഉള്ളൂ. അതെ, അന്ന് പഠിക്കേണ്ട സാധനമാണത്. നമ്മൾ ഇപ്പോഴാ പഠിക്കേണ്ടതേ ഉള്ളൂ. അല്ല, അന്നും എന്നും ഗ്രാമർ എല്ലാവർക്കും ഉള്ളത് തന്നെയല്ലേ? ഗ്രാമർ അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് സെന്റൻസ് കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ലല്ലോ. ഗ്രാമർ എന്നും സെയിം ആണ്. ഗ്രാമറിൽ ഒരു വ്യത്യാസവും ഇല്ല. പഠിക്കേണ്ട സമയം മാത്രം വ്യത്യാസപ്പെട്ടതേ ഉള്ളൂ. ഓക്കെ, പണ്ട് പഠിക്കുന്നത് നമ്മൾ മക്കളായിട്ട് പഠിക്കുന്നു, മക്കളിപ്പോ പഠിക്കുന്നു. അന്നും പഠിച്ചിട്ടുണ്ട് ടീച്ചറെ, നമ്മള് അന്നും പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു എന്താ പറയാ, ഒരു ബ്രേക്കപ്പ് എടുത്തിട്ട് ഗ്യാപ്പ് വീണ്ടും സ്റ്റാർട്ട് വന്നപ്പം ചെയ്യണം. അതെ, ഗ്യാപ്പ് വന്നപ്പോഴത്തേക്ക് മറന്നുപോയി. അത് മാത്രമല്ല, നമ്മൾ അന്ന് പഠിക്കുമ്പോൾ ഗ്രാമറിന് ഇത്രയും ഇമ്പോർട്ടൻസ് ഇല്ല. അന്നൊക്കെ ഇംഗ്ലീഷ് ലാംഗ്വേജിന് ഇമ്പോർട്ടൻസ് കുറവായിരുന്നല്ലോ. അതെ അതെ, ഡെയിലി സംസാരം ഇല്ലല്ലോ മിസ്, അതുകൊണ്ടായിരിക്കും. നമ്മൾ ഇത് പഠിച്ചത് ഒരു വിഷയം മാത്രമായിട്ട് വെച്ചിരിക്കില്ല, നമ്മൾ ഡെയിലി ഇത് യൂസ് ചെയ്യുന്നില്ലല്ലോ. അപ്പൊ അത് അല്ല, മറന്നു പോകും. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇപ്പൊ ഗ്രാമർ എന്ന് പറയുന്ന ഒരു സബ്ജക്ട് തന്നെ ഉണ്ട്. അത് സ്റ്റേറ്റിലും നമ്മൾ പഠിക്കുമ്പോൾ സ്റ്റേറ്റില് ഗ്രാമർ എന്ന് പറഞ്ഞാൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു ടെക്സ്റ്റ് ബുക്ക് ആയിട്ട് തന്നിട്ടില്ല. ഗ്രാമർ പഠിപ്പിക്കും, പക്ഷെ ഒരു ടെക്സ്റ്റ് ബുക്ക് ആയിട്ടൊന്നും തന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴും നമ്മൾ ഗ്രാമർ ഒന്നും നമ്മുടെ സ്കൂളിലൊന്നും പഠിപ്പിക്കില്ലായിരുന്നു. നമ്മള് അതിനുവേണ്ടി ഒരു വേറൊരു കോഴ്സിന് വരെ ചേരും. അന്നൊക്കെ ഗ്രാമർ കോഴ്സ് ആണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. സെക്കൻഡ് സ്റ്റാൻഡേർഡ് മുതലേ ഉണ്ട് സ്പോക്കൺ ഇംഗ്ലീഷ് ഉണ്ട്. സെക്കൻഡ് സ്റ്റാൻഡേർഡ് അതെ, മുതൽ. ഇപ്പോഴത്തെ പിള്ളേർക്ക് CBSE ആണെങ്കിൽ പ്രത്യേകിച്ച് അവർക്ക് സ്പെഷ്യൽ ആയിട്ടുണ്ട്. സ്റ്റേറ്റ് സിലബസിന് ഇപ്പൊ ഉണ്ട് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. അതെ ഉണ്ട്, സെക്കൻഡ് സ്റ്റാൻഡേർഡ് മൊത്തം തുടങ്ങുന്നുണ്ട്. വെരി ഇമ്പോർട്ടന്റ് ലാംഗ്വേജ് ആണ് ഇപ്പോ. നമ്മള് പണ്ട് പഠിക്കുന്ന പോലെ അല്ല. അതൊന്നും ഇത്രയും ഇമ്പോർട്ടൻസ് ഇല്ല. അപ്പൊ അങ്ങനെയല്ലോ മിസ്സേ, അതേപോലെ തന്നെ നമ്മളെ അല്ലേലും എക്സാമിനൊക്കെ അന്ന് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് നമ്മൾ എക്സാമിന് എങ്ങനെയെങ്കിലും എഴുതി പാസ്സാവണോ എന്നുള്ള ഒരു രീതിക്കല്ലേ. ഇപ്പൊ നമ്മൾ ലാംഗ്വേജ് സ്കില്ലിൽ ഒത്തിരി കൂടെ ഇമ്പ്രൂവ് ചെയ്യണമെന്ന് നമുക്ക് തന്നെ അറിയാലോ. പിന്നെ അതേപോലെ തന്നെ മിസ്സേ, നമ്മളെ എക്സാമിന് നമ്മള് എഴുതുമല്ലോ. എഴുതുന്ന സമയത്ത് ഈ സെന്റൻസിൽ ഹാവ് വരുമോ, ഈ സെന്റൻസിൽ ഹാസ് ആണോ കറക്റ്റ് ആയിട്ട് വരിക? അതായത് നമ്മൾ ആ ഒരു ഫ്ലൂവന്റ് വരില്ലേ, നമ്മൾ ആ സെന്റൻസിന്റെ ഫ്ലൂവൻസി വെച്ചിട്ടായിരിക്കും നമ്മൾ എക്സാം എഴുതാനായിട്ട് നോക്കുക. ഹാവോ ഹാസോ ഹാഡോ ഏതായാലും കുഴപ്പമില്ല. ഏതാണ് അതിന് സെന്റൻസ് യോജിച്ചു വായിച്ചു പോകുന്ന ആ നോക്കൂല്ലേ? ഒരു വാക്ക് എന്നുള്ള ആ വാക്ക് എങ്ങനെയാണോ അതിന്റെ അതെ, ഫ്ലൂവൻസി എല്ലാം വരുന്നത്, വെച്ച് ഒരു അതെ, സൗന്ദര്യം എല്ലാം വെച്ച് പറഞ്ഞു അതിനെന്താണോ നോക്കും. അത് നോക്കിയിട്ടൊക്കെയാണ് നമ്മൾ എക്സാം എഴുതുന്നത്. പിന്നെ ആ ഒരു എക്സാമിനൊരു നമ്മൾ അന്ന് ഒരു എന്താ പറയാ ഉപന്യാസം, എന്താ അതിന് ഇംഗ്ലീഷിൽ പറയാ, മറന്നുപോയി. എന്താ പാരാഗ്രാഫ് എസ്സേ എന്നൊക്കെ പറയില്ലേ. അപ്പൊ എഴുതുന്ന സമയത്ത് നമ്മൾ ഭയങ്കര എന്താ പറയാ വെറി പിടിച്ച പോലെ അങ്ങോട്ട് താഴോട്ട് എഴുതി പോവാ. അപ്പൊ നമ്മളൊന്നും ആലോചിക്കില്ല. ഹാസോ ഹാവോ ഹാഡോ എഴുതി പോവും. അതിൽ നമുക്ക് ഇംഗ്ലീഷിൽ എങ്ങനെയാന്ന് അറിയില്ല. 10th A+ ഉണ്ടായിരുന്നു, എങ്ങനെ വന്നു അറിയില്ല. അവസാനം മാർക്ക് വരുമ്പോഴായിരിക്കും അല്ലേ? അല്ല, എക്സാമിന് A+ ഉണ്ടായിരുന്നു, എങ്ങനെയാന്നൊന്നും അറിഞ്ഞൂടാ. എന്നാലും എനിക്ക് ചിലവര് ഗ്രാമറില് കറക്റ്റ് ജയിക്കാറുണ്ടേ. അത് ഈ പഠിക്കുന്ന പിള്ളേരെല്ലാരും അങ്ങനെയാണല്ലോ പറയുന്നത്. എങ്ങനെയാ A+ കിട്ടി അറിയില്ലെന്നാണല്ലോ പറയുന്നത്. ഈ പ്ലസ് ടു വരെ മാത്സ് ഒക്കെ ഭയങ്കര ഈസി ആയിരുന്നു. പ്ലസ് ടു കഴിഞ്ഞപ്പോഴായിരുന്നു മറ്റേ ഇന്റഗ്രിറ്റിയും ഡിഫറൻസിയേഷനും വന്നതോടുകൂടി മാത്സിനെ കോറിലേഷൻ, തള്ളിക്കളഞ്ഞു. ഇന്റഗ്രിറ്റി, കോറിലേഷൻ, എന്റെ അമ്മ. പിന്നെ അതേപോലെ തന്നെ ഇംഗ്ലീഷ് ഏകദേശം കുറെയൊക്കെ വേർഡ്സിന്റെ മീനിങ്സ് ഒക്കെ അറിയാം. പക്ഷെ എന്നാലും ഗ്രാമർ വരുമ്പോ ഭയങ്കര കഷ്ടം, ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കാൻ കഷ്ടമാവുക. പിന്നെ അങ്ങനെയൊക്കെയാണ്, ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ്. പക്ഷെ അത് സംസാരിച്ചു കഴിഞ്ഞാൽ മാറ്റാവുന്നതേ ഉള്ളൂ. പക്ഷെ ആരും അങ്ങനെ സംസാരിക്കാനായിട്ട് മുതിർന്നു വരുന്നില്ലല്ലോ. അതുകൊണ്ടുള്ള പ്രശ്നങ്ങളാണ്. ഇംഗ്ലീഷ് മെയിൻ ആയിട്ടും അങ്ങനെയാണ്. നമ്മള് മുറിയങ്ങനെ സംസാരിച്ചാൽ എല്ലാരും നമ്മളെ കളിയാക്കും. ഓ, അവള് വലിയ പത്രാസുകാരി.
അത് സത്യ, അത് അങ്ങനെയാണ്. ഓ ഭയങ്കര ഇംഗ്ലീഷാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. അത് ആൾക്കാർ തന്നെ പറയും, അല്ലെങ്കിലേ പണ്ട് കളിയാക്കലാണ്. ഇംഗ്ലീഷ് സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഗ്രൂപ്പിൽ കൂട്ടത്തില്ല, സ്കൂളിൽ പഠിക്കുന്ന പിള്ളേര്. പക്ഷെ നമ്മുടെ ഈ നാട്ടില് മാത്രമേ ഉള്ളൂ കേട്ടോ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോ നമ്മൾ പറയുന്ന എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ കളിയാക്കുക. അബ്രോഡൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ അറിയില്ലെങ്കിലും നമ്മുടെ ഓരോ എക്സ്പ്രഷനൊക്കെ കണ്ട് അവര് നമ്മളെ ബൂസ്റ്റ് ചെയ്യും. അപ്പൊ നമുക്ക് ആ ചമ്മലൊന്നും ഉണ്ടാവില്ല, നമ്മൾ താനേ പഠിച്ചോളും. മലയാളിയൊക്കെ ഒത്തിരി പ്രത്യേക കഴിവാണ് അതിനൊക്കെ. അല്ല, നമുക്ക് ചെന്ന വേറെ വഴിയില്ലല്ലോ, എന്തായാലും കൺവേ ചെയ്തേ പറ്റൂ. അപ്പൊ നമ്മൾ തന്നെ തപ്പി തപ്പി ഇംഗ്ലീഷ് പറയും. ജോബ് സാർ എന്റെ മിസ്സേ, പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനൊരു ഇംഗ്ലീഷ് പൂർണ്ണമായ ഒരു സംസാരിക്കാനായിട്ട്. എക്സാമ്പിളാ ഞാനൊക്കെ അയ്യോ ദുബായിലൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോ എൻ്റെ അമ്മോ എനിക്ക് നേരെ പറഞ്ഞൊന്ന് എങ്ങനെയോ ഇന്റർവ്യൂ പാസ്സായി അങ്ങനെയൊക്കെ കഴിഞ്ഞ് വർക്കി പോന്നു. പിന്നെ നമ്മൾ ഓഫീസ് കയറി കഴിഞ്ഞിട്ട് ഈ ഫിലിപ്പീൻസും റഷ്യൻസും ഒക്കെ, അപ്പൊ അവരോടൊക്കെ എങ്ങനെ പറയാനാ, ഒരു വിധത്തിലൊക്കെ ഈ കുറെ എക്സ്പ്രഷനൊക്കെ ഇട്ട് കൈയും കാലൊക്കെ കാണിച്ച് അവരെ ബോധ്യപ്പെടുത്തും. ഞാൻ പിന്നെ കുറെ നേരം മിണ്ടാണ്ടിരിക്കും. പിന്നെ നമ്മൾ മിണ്ടാണ്ടിരുന്ന നമുക്ക് കാര്യം നടക്കത്തില്ല. പതുക്കെ പതുക്കെ ഫിലിപ്പിനിയോട് അങ്ങനെ സംസാരിച്ച് അവളും എന്നോട് പറയും, നീ ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യ്, ഞാൻ ഇമ്പ്രൂവ് ആക്കി തരാന്നൊക്കെ പറഞ്ഞ് ഏകദേശമൊക്കെ ഇമ്പ്രൂവ് ആയി വന്നു. അപ്പൊ തന്നെ പിന്നെ പ്രഗ്നന്റ് ആയി, ഇങ്ങോട്ടൊക്കെ പോന്നു, പിന്നെയും ബാക്കിലേക്ക് പോയി. അതങ്ങനെയാണ്, നമ്മളെ കൂടെ സംസാരിക്കുന്ന ഒരു ലാംഗ്വേജ് ഉണ്ട് എന്ന് നമ്മൾ താനെ അതിലേക്ക് മാറിപ്പോകും. നമ്മളിപ്പോ അന്യനാട്ടിലൊക്കെ ജോലിക്ക് പോകുന്ന ആൾക്കാരൊക്കെ ഇപ്പോ തെലുങ്കും കാര്യങ്ങളൊന്നും ഒന്നും അറിയാം, നമ്മളെ ലാംഗ്വേജ് മാത്രം അറിയണമായിരിക്കും. പക്ഷെ അവര് നാട്ടിൽ വരുന്ന സമയത്ത് അവിടെ നിന്ന് കോൾ വരുമല്ലോ, അപ്പൊ ഇവര് ഫ്ലുവന്റ് ആയിട്ടുള്ള വേറെ ഭാഷ പറയുമ്പോൾ നമ്മൾക്ക് അതിശയം തോന്നും. അതുപോലെ തന്നെയാണ് ഇംഗ്ലീഷ്. നമ്മൾ കൂടെ ഒരാൾ സംസാരിക്കാനുണ്ടെങ്കിൽ നമ്മൾക്ക് കറക്റ്റ് ആയിട്ട് അത് കിട്ടും. ടീച്ചർ ഇപ്പൊ അതേപോലെ എന്താ തന്നെയാണ് ചിന്തിക്കുന്ന മിസ്സേ, പറയട്ടെ നമ്മള് പുതിയ ടീച്ചറെ? കുട്ടികൾക്കില്ലേ, അതായത് കുഞ്ഞു ടീച്ചർ കുട്ടികൾക്ക് ടീച്ചർ വിചാരിക്കണ്ടാവേ ഇത്രയും ദിവസം സംസാരിക്കാത്ത കുട്ടികളൊക്കെ ഇപ്പൊ എന്താ അങ്ങനെ എല്ലാരും സംസാരിക്കണ്, അതിശയിച്ചിട്ട് ടീച്ചർ ഇരിക്കുകയാണ് അല്ലേ? മിസ് വിശേഷങ്ങള് അതേപോലെ ആ. തന്നെ പുതിയ നമ്മുടെ ഈ കുഞ്ഞു കുട്ടികൾക്ക് നമ്മൾ ഇംഗ്ലീഷ് പഠിപ്പിച്ചു കൊടുക്കണം വെക്കാം. എക്സാമ്പിൾ പറയുക വെച്ചാൽ ഇപ്പൊ പറഞ്ഞ പോലെ ഓപ്പൺ ദ ഡോർ, അല്ലെങ്കിൽ ക്ലോസ് ദ ഡോർ, അല്ലെങ്കിൽ ലഞ്ച് ബോക്സ് ക്ലോസ് ചെയ്യുക, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ പഠിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ ആൾക്കാരൊക്കെ ഉണ്ടാവില്ല, അതായത് നമ്മുടെ റിലേറ്റീവ്സ്, നമ്മുടെ വയസ്സായവര്. വീട്ടിലുള്ള ആൾക്കാർ തന്നെ, വീട്ടിലുള്ളവര് തന്നെ നമ്മളെ കളിയാക്കാൻ തോന്നും. ഓ അങ്ങനെ, ഓ ഇങ്ങനെ, ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു, അങ്ങനെ ഇങ്ങനെ. ഇത് കുട്ടികൾക്ക് ആവശ്യമാണ് എന്നുള്ളത് അവർ മനസ്സിലാക്കില്ല. പക്ഷെ നമ്മൾ അതിലെ കൂടെ ഒന്ന് കൊളുത്താൻ നോക്കും, ഒന്നിങ്ങനെ അങ്ങോട്ട് അതിന് മറ്റുള്ളവരുടെ കൊത്തിക്കടിച്ചാനായിട്ട്. വാക്കൊന്നും നമ്മൾ ശ്രദ്ധിക്കാൻ പാടില്ല, നമ്മൾക്ക് നമ്മുടെ അത് വഴിയിൽ അങ്ങോട്ട് പോകാം. മാത്രല്ല, ന്യൂക്ലിയർ ഫാമിലി ആയിട്ടുള്ള പിള്ളേര് മാത്രമേ ഇംഗ്ലീഷ് നല്ല ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കുന്നുള്ളൂ. കാരണം എന്ന് വെച്ചാൽ അവിടെ പേരൻസ് മാത്രമല്ലേ ഉള്ളൂ, അവർക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കാം, അവര് വേറെ മലയാളം സംസാരിക്കുന്നില്ല. പക്ഷെ ഇതുപോലെ ഗ്രാൻഡ് പേരൻസ് ഉള്ളിടത്തൊന്നും നടക്കത്തില്ല. കഴിഞ്ഞോ? അങ്ങനെ കൊറേ ഉണ്ട്, കഴിഞ്ഞു മിസ്സേ, കഥ തീരൂല. കഴിഞ്ഞു. മിസ് പഠിപ്പിച്ചോ? ഇംഗ്ലീഷിന്റെ രോദനമാണ്. ഇനി ടീച്ചർ ക്ലാസ്സിൽ എന്തെങ്കിലും ക്ലാസ് എടുക്കുമ്പില്ല ആരെങ്കിലും ഉണ്ടായിരുന്ന നല്ല ചീത്ത പറഞ്ഞോട്ടെ ടീച്ചറെ. പിന്നെ ഇവര് വിശേഷങ്ങൾ പറയുന്ന കേട്ടോ, അപ്പൊ അവർക്ക് കുഴപ്പമൊന്നുമില്ല. ഇതിൽ ചോദിച്ചാൽ ആരും കിട്ടില്ല. അത് ഇംഗ്ലീഷ് പഠിക്കണം, എനിക്ക് ഇംഗ്ലീഷ് കിട്ടുന്നില്ല, സംസാരിക്കണം. എന്തെങ്കിലും ചോദിച്ചാൽ എല്ലാരും ഉണ്ടാതെ സൈലന്റ് ആയിട്ട് ഇരിക്കില്ലേ? ആ മിസ് എന്തെങ്കിലും കൂടുതൽ ഇന്ററാക്ഷൻസ് ഒക്കെ വെച്ചാലല്ലേ നമ്മൾ സംസാരിക്കും. മിസ് എസ് ഓർ നോ മാത്രമല്ലേ നമുക്ക് ഗ്യാപ്പ് തരുന്നുള്ളൂ. വെയിറ്റ് ചെയ്യൂ, വരുന്നുണ്ട്, തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഓക്കെ. അപ്പോഴും ടീച്ചർക്കാണ് കുറ്റം അല്ലേ അമൃതേ? അങ്ങനെ ടീച്ചറിനെ കുറ്റം പറഞ്ഞല്ല, അയ്യോ അതല്ല പറഞ്ഞത്. ടീച്ചർ നമ്മൾ മിണ്ടാതിരിക്കെ ഓ എസ് അത് പറയാനുള്ള സാവകാശമല്ലേ നമുക്ക് കിട്ടുന്നുള്ളൂ. ടീച്ചറിനെ കുറ്റം പറഞ്ഞല്ല. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യണ്ടേ? ഇപ്പൊ ഇത്രയും വിശേഷങ്ങൾ പറയുന്നത് ഇംഗ്ലീഷിലായിരിക്കണം. ഓക്കെ, അത് നല്ല നല്ല. ഓക്കെ, നിങ്ങൾ തന്നെ വിചാരിക്കണം, അത് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. കമ്പൽസറി ആയിട്ട് നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിച്ചേ പറ്റൂ അപ്പൊ എന്ന് ആരും പറഞ്ഞാൽ. മുന്നോട്ട് വരില്ല. അപ്പൊ ഇനി തെറ്റിയാലോ പറയാൻ മടിച്ചിട്ട് ആരും മുന്നോട്ട് വരില്ല. അതാണ് ഇപ്പൊ ഞാൻ പറയാണ്, ക്ലാസ്സില് ഇംഗ്ലീഷ് ക്ലാസ്സിൽ ഇംഗ്ലീഷ് മാത്രം സംസാരിച്ചാൽ മതി, കമ്പൽസറി ആണെന്ന് പറഞ്ഞാല് ഒരെണ്ണം കിട്ടില്ല. ഓക്കെ, തെറ്റിയാലും ശരി, മിസ് നമ്മുടെ വഴക്ക് ലാംഗ്വേജ് പറയൂലല്ലോ. മലയാളം നമ്മൾ അല്ലേ, അതാണ്. ശ്രമിച്ചു നോക്കാം. ശ്രമിച്ചു നോക്കാന്നൊക്കെ പറയും. ഓക്കെ, ശ്രമിക്കൂ. പക്ഷെ ശ്രമിക്കുമ്പോ ഒന്നോ രണ്ടോ പേരെ ഉണ്ടാവുള്ളൂ, ബാക്കി ആരും ശ്രമിക്കില്ല.
ബാക്കി എല്ലാരും എസ്കേപ്പ് ആവും അല്ലെ? കുറെ ക്ലാസ് എടുക്കുന്നതുകൊണ്ട് എനിക്കറിയാവുന്ന. ഓക്കെ, അപ്പൊ നിങ്ങൾ ഒരുവിധം കോൺഫിഡൻസ് ആക്കിയതിനു ശേഷം പറയാനാണെങ്കിൽ നിങ്ങൾ കുറച്ചെങ്കിലും പറയും. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള പ്രോബ്ലം എന്താണെന്ന് അറിയോ? ഗ്രാമർ ഇപ്പോ എല്ലാവരും പറയാം ഹാസ് ഹാവ്, ഇതൊന്നും ഇപ്പോഴും പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യാൻ ആർക്കും അറിയില്ല. ഓക്കെ, ഡു ഡിഡ് ഡസ് ഇതും പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യാൻ അറിയില്ല. എവിടേക്കാണ് യൂസ് ചെയ്യണമെന്ന് അറിയാൻ പറ്റും, പക്ഷെ എങ്ങനെ ഒരു സെന്റൻസ് അത് മേക്ക് ചെയ്യണം എന്നറിയില്ല. ഒരു സെന്റൻസ് മേക്ക് ചെയ്യണമെങ്കിൽ സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്, ഓക്സിലറി, പ്രൊപ്പോസിഷൻസ് ഇതെല്ലാം വേണം. മനസ്സിലായോ? അപ്പൊ ഇതെല്ലാരും ഓരോന്നും എന്താണെന്ന് ഫസ്റ്റ് അറിയണം, എവിടേക്കാണ് യൂസ് ചെയ്യേണ്ടതെന്ന് അറിയണം. ഇതൊക്കെ യൂസ് ചെയ്യേണ്ട അറിഞ്ഞാല് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഒരു സെന്റൻസ് മേക്ക് ചെയ്യാൻ പറ്റും. ഞങ്ങൾക്ക് ഇത് വരുന്നുണ്ട് ടീച്ചറെ, റെക്കോർഡ് ബുക്കിലേ റൈംസും സ്റ്റോറിയൊക്കെ എഴുതാൻ പറയുന്നുണ്ട് സ്വയമായിട്ട്. നമുക്ക് ഇംഗ്ലീഷ് ഒക്കെ ഇമ്പ്രൂവ്മെന്റ് ചെയ്തിട്ട് വേണം അതൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ. റെക്കോർഡ് ശരിയാണ്. അപ്പൊ ഇതെല്ലാം അറിഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് സ്വന്തമായിട്ട് സെന്റൻസ് ഉണ്ടാക്കാൻ പറ്റും. കാരണം നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും, അയ്യോ ഇവിടെ ഇങ്ങനെയല്ല വരേണ്ടത്, അത് മിസ്റ്റേക്ക് ആണല്ലോ, ഇവിടെ ഹാസ് അല്ല വരണ്ടേ, അവിടെ നിങ്ങൾ കറക്റ്റ് ചെയ്ത് ഹാസ് ചെയ്തു. കാരണം നിങ്ങൾക്ക് റൂൾസ് അറിയാം, ഗ്രാമർ അറിയാം കറക്റ്റ് ആയിട്ട്. ഓക്കെ, ആ ലെവൽ എത്തണം. ശ്രമിക്കണം. അതെന്താ, ശ്രമിച്ചേ പറ്റൂ. പഠിക്കാം. ഓക്കെ, നന്നായിട്ട് പഠിക്കാം. ക്ലാസ്സിൽ എടുക്കുന്നത് ശ്രദ്ധിച്ചിരിക്കുക. ഞങ്ങളോട് ഇതൊക്കെ ബേസിക് ആണ്. ജസ്റ്റ് ചെറിയൊരു ടോപ്പിക്, വെർബ്. ഒരു സെന്റൻസിൽ ഒരു ചെറിയൊരു പോർഷൻ മാത്രമാണ് ഈ വെർബ്. ഓക്കെ, അതുപോലെ തന്നെയാണ് നമ്മുടെ V1, V2, V3 ഫോം. വെർബിന്റെ V2, V3 ഫോം ഒക്കെ എന്തായാലും അറിയാം, മസ്റ്റാണ്. അതൊക്കെ എന്തായാലും അറിഞ്ഞേ പറ്റൂ. പഠിക്കാൻ ഒരുപാടുണ്ട്, വെറുതെ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റില്ല. പിന്നെ പറയും നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാല് ഓട്ടോമാറ്റിക്കായിട്ട് സംസാരിക്കില്ലേ? നമ്മൾ സംസാരിക്കും, പക്ഷെ നമ്മൾ കുറെ റെഫർ ചെയ്യും. ആ കൂട്ടത്തില് നമുക്ക് സംസാരിക്കണ്ടേ, അതിനുവേണ്ടി നമ്മൾ റെഫർ ചെയ്യും. പിന്നെ നമ്മൾ പറയുന്ന മിസ്റ്റേക്ക് ആണെങ്കിൽ അവർ പറഞ്ഞു തരാം, അവിടെ ഇങ്ങനെയല്ല യൂസ് ചെയ്യേണ്ടത്, അവിടെ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ പഠിക്കും. അപ്പോഴും നമ്മൾ പഠിക്കുകയാണ് ചെയ്യുക. അല്ലാതെ ഒരിക്കലും പഠിക്കാത്ത ഒരാൾക്കും ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റില്ല. ഓക്കെ, കേട്ട് കേട്ട് പഠിക്കുന്നു എന്ന് പറയും. കേട്ട് കേട്ട് പഠിക്കുന്നത് ശരിയാണ്. അപ്പോഴും നമ്മൾ ഗ്രാമർ കറക്റ്റ് ആയിട്ട് അവിടെ യൂസ് ചെയ്യണം. അപ്പോഴും നമ്മൾ കുറച്ചെങ്കിലും ഗ്രാമർ പഠിച്ചിരിക്കണം. എന്നാൽ മാത്രമേ നമുക്കത് അവർ പറയുമ്പോഴും അത് മനസ്സിലാവുള്ളൂ. ഓക്കെ, അവിടെ ചിലപ്പോ കുര്യാവ് എന്ന് പറയുമ്പോൾ കണ്ടിട്ടുണ്ടോ? നമ്മൾ എഴുതുമ്പോ അപ്പോസ്ട്രോഫിക് BE ആണ് എഴുതുക. അത് കുര്യാവാണെന്ന് നമുക്ക് മനസ്സിലാവണം. അവര് പറയുമ്പോഴും കുര്യാവാന്ന് മനസ്സിലാവണം. ചില സമയത്ത് പറയുമ്പോൾ ഹാവ് നമ്മൾ കേൾക്കില്ല. ഇത് സംസാരിക്കുന്നിടയിൽ ഞങ്ങൾ കയറി പോകും. പക്ഷെ അവിടെ യൂസ് ചെയ്തിരിക്കുന്നത് എന്താണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ നമുക്ക് ഗ്രാമർ അറിയണം. ഹാവിന് ശേഷം ഏത് വേർബാണ് വരുന്നത്, ഏത് വേർബിന്റെ ഏത് ഫോമാണ് വരുന്നത്, അതെല്ലാം റൂളാണ്. അതൊക്കെ ആ രീതിയിൽ തന്നെ ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് ഗ്രാമർ മിസ്റ്റേക്ക് ഇല്ലാതെ ഒരു സെന്റൻസ് എഴുതാൻ പറ്റൂ. മാക്സിമം ഇംഗ്ലീഷ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ നോക്കാം, ഫോളോ ചെയ്യാൻ നോക്കാം, പഠിക്കാൻ നോക്കാം. ഓക്കെ, എത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടില്ല. എത്ര തരം വെർബ് ഉണ്ട് ടീച്ചറെ? വെർബോ ഇപ്പൊ പറഞ്ഞില്ലേ ട്രാൻസിറ്റീവ് വെർബില്ലേ, അത് എന്തിന്റെ സ്റ്റേറ്റ് വെർബിലുള്ളതാ? ട്രാൻസിറ്റീവ് വെർബ് ഓർഡിനറി വെർബിലുള്ളതാണ്. ഓർഡിനറി വെർബിൽ ഓർഡിനറി വെർബിലുള്ളതാണ്. എന്താ ഉദ്ദേശിച്ചേ? V2, V3 ഫോം എന്ന് പറഞ്ഞാണോ ഞാൻ? അല്ല അതല്ല, ഞാൻ നോട്ടും കൂടെ എഴുതുന്നുണ്ട് ഈ പറയണതിന്റെ ഇടയിൽ കൂടെ. അപ്പൊ ഈ സ്റ്റേറ്റ് വെർബില്ലേ, സ്റ്റേറ്റ് വെർബിൽ പെട്ടതാണോ ഈ ട്രാൻസിറ്റീവ് വെർബ്, അതോ ഇതിന് സെപ്പറേറ്റ് പഠിക്കേണ്ട ടോപ്പിക് ആണോ എന്ന് ചോദിച്ചു. സെപ്പറേറ്റ് ടോപ്പിക് ആണ്. വെർബിനെ നമ്മൾ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നത് ഓർഡിനറി വെർബ്, ഹെൽപ്പ് വെർബ് ആണ്. ഈ ഓർഡിനറി വെർബിൽ വരുന്നതാണ് ട്രാൻസിറ്റീവും റെഗുലർ വെർബും. ഓക്കെ, മനസ്സിലായി. അപ്പൊ ട്രാൻസിറ്റീവ് വെർബ് എന്താണെന്ന് മനസ്സിലായല്ലോ? ഒബ്ജക്റ്റ്. ഒരു സെന്റൻസിൽ ഒബ്ജക്റ്റ് ഉണ്ടാവും. ആ ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അത് ട്രാൻസിറ്റീവ് വെർബ് ആണ്. A transitive verb that refers a direct object to complete its meaning in a sentence. Okay, she ate the cake. Ate is the transitive verb and the cake is the direct object. Okay, direct object ന്റെ സഹായത്തോടെ സെന്റൻസ് കംപ്ലീറ്റ് ആകുമ്പോൾ അത് ട്രാൻസിറ്റീവ് verb ആണ്. ഇനി അതിന്റെ ഓപ്പോസിറ്റ് ആണ് intransitive verb. Intransitive verb means that is not an object. അവിടെ ഒബ്ജക്റ്റ് ഉണ്ടാവില്ല. ഡിപ്പെൻഡ് ചെയ്യുന്നില്ല അല്ലേ? ഡിപ്പെൻഡ് ചെയ്യാതെ സെന്റൻസ് കംപ്ലീറ്റ് മീനിങ് കിട്ടും.
Yeah. So we arrived in the afternoon. ഒബ്ജക്റ്റ് ഉണ്ടാവില്ല അല്ലെ ടീച്ചറെ? Object ഉണ്ടാവില്ല സെന്റൻസ്. പക്ഷെ സെന്റൻസ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് തോന്നും. We arrived in the afternoon. ഞങ്ങള് ഉച്ചയ്ക്ക് എത്തി. അവിടെ ഒന്നും ഒരു ഒബ്ജക്റ്റിന്റെ ആവശ്യമില്ല. എവിടെ എത്തി എന്നുള്ളതൊന്നും പറയുന്നില്ല അല്ലെ? ഇല്ല, അതിന്റെ ആവശ്യമില്ലല്ലോ. നമ്മൾ എത്തി. അത് എവിടെയാണ് ഒന്നും അവിടെ മെൻഷൻ ചെയ്യേണ്ട ശരിക്കും ആവശ്യമില്ല അല്ലെ? ഇനി ഈ ഡോഗ് ബാക്സ് അലോങ് എന്ന് പറയുമ്പോ അവന്റെ പട്ടി ഒരുപാട് കുറയ്ക്കുന്നുണ്ട് അല്ലെ? അവിടെയും നമുക്ക് ഒബ്ജക്റ്റ് ആവശ്യമില്ല. ഐ വാസ് സ്ലീപ്പിംഗ്, ഞാൻ ഉറങ്ങിയായിരുന്നു അല്ലെ? ഹിസ് ഗ്രാൻഡ് മദർ ലാഫ്റ്റ്, അവിടെ ഗ്രാൻഡ് മദർ ചിരിച്ചു എന്താ പറയുക. അവിടെയും നമുക്ക് ഒബ്ജക്റ്റിന്റെ ആവശ്യമില്ല. മനസ്സിലായോ? അപ്പൊ ഇങ്ങനത്തെ സെന്റൻസ് വരുമ്പോ ഇത് ട്രാൻസിറ്റീവ് ഏതാണ് ട്രാൻസിറ്റീവ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സിമ്പിൾ ആണ്. ഒബ്ജക്റ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, ക്ലിയർ? എക്സാമ്പിൾ എന്താ പറഞ്ഞത്? എക്സാമ്പിളൊക്കെ നോട്ടിലുള്ളത് തന്നെയാണ്. അല്ല ടീച്ചർ ഇപ്പൊ 2 എക്സാമ്പിൾ പറഞ്ഞില്ലേ, എന്താ അത്? നോട്ടിലുള്ളതാണ്. ഹിസ് ഗ്രാൻഡ് മദർ ലാഫ്റ്റ്, ഐ വാസ് സ്ലീപ്പിംഗ്. ഓക്കെ, ഇതെല്ലാം നോട്ടിലുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇതാണ് ട്രാൻസിറ്റീവ് ആൻഡ് ഇൻട്രാൻസിറ്റീവ് വേർബ്. ഇസ് ഇറ്റ് ക്ലിയർ ഓർ അണ്ടർസ്റ്റുഡ്? Yes. yeah understood. ആർക്കെങ്കിലും മനസ്സിലാവാത്തുണ്ടോ? 40 above സ്റ്റുഡൻസ് ഉണ്ട്, എല്ലാവരോടും കൂടിയാണ് ചോദിക്കുന്നത്. മനസ്സിലായോ? ഇല്ലെങ്കിൽ പറയൂ, അങ്ങനെ റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, സംസാരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ടെക്സ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, ഇനി നെക്സ്റ്റ് റെഗുലർ വേർബ്. റെഗുലർ വേർബ് എന്ന് പറയുമ്പോൾ ഇത് V2 V3 ഫോം ആണ്. V1 V2 V3, അതായത് പ്രസന്റ്, പാസ്റ്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്നാണ് ഈ 3 ഫോമിനെ നമ്മൾ പറയുന്നത്. ഓക്കെ, പ്രസന്റില് നമ്മൾ പ്ലേ പറയുന്നു, പാസ്റ്റില് പ്ലേഡ് പറയുന്നു, പാസ്റ്റ് പാർട്ടിസിപ്പിൾ നമ്മൾ പ്ലേഡ് തന്നെ പറയുന്നു. ഓക്കെ, ഇങ്ങനെ 3 ഫോം ഉണ്ട് വേർബില്. ഇതില് V2 V3 എപ്പോഴും ED ചേർത്താ വരാം. സെയിം ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അത് റെഗുലർ വേർബ് ആണ്. റെഗുലർ ആയിട്ട് പോകുന്ന വേർബിനെയാണ് റെഗുലർ വേർബ് എന്ന് പറയുന്നത്. മനസ്സിലായോ? പ്ലേഡ് പ്ലേഡ് രണ്ടും സെയിം ആണ്, റെഗുലർ ആയിട്ടാ പോകുന്നത്. സോ അതിനെയാണ് റെഗുലർ വേർബ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് കാണുന്ന എല്ലാവരും റെഗുലർ വേർബ് ആണ്. ഇത് കൂടാതെ ഒരുപാട് റെഗുലർ വേർബ് ഉണ്ട്. ഇതൊക്കെ ഒരുപാട് നോക്കിയാല് ഈ റെഗുലർ വെർബിന് പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും ആണത്. അതായത് മിസ് V3യും V4ഉം സെയിം ആയിരിക്കും എന്നാണ് പറഞ്ഞത്. മിസ് V4 വന്നിട്ട് ING ഫോം അല്ലേ? ING ഫോം അല്ലേ V4 വന്നിട്ട്? അതെ, V4 ING ഫോം ആണ്. അപ്പൊ V2വും പറഞ്ഞ മാറിപ്പോയതാണ്. V2വും V3യും സെയിം. ING ഫോം നമ്മൾ അതിന്റെ പാസ്റ്റ് പ്രസന്റ് കണ്ടിന്യൂസ് ഫോം എന്നാ പറയും. അത് നമ്മൾ സെപ്പറേറ്റ് ടെൻസ് പഠിക്കുമ്പോൾ ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, ഇപ്പൊ ഈ 3 ഫോം പഠിക്കാം. ഓക്കെ, V1 V2 V3 ഇത് 3ഉം റെഗുലർ വെർബാണെന്ന്. അതില് V2 V3 നമ്മള് സെയിം ആയിട്ടാ വരുന്നെങ്കിൽ അത് റെഗുലർ വെർബിൽ പെടുന്നതാണ്. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ വരാം. ഇനിയിപ്പോ ക്വസ്റ്റ്യൻ വരാം. ക്വസ്റ്റ്യൻ വരുന്നത് ഇറഗുലർ പഠിക്കും. ഇറഗുലർ നോക്കിയേ, 3 ആയിരിക്കും ചിലപ്പോ, അല്ലെങ്കിൽ ചിലത് V1ഉം V2ഉം സെയിം ആയിരിക്കും. എന്നാലും റെഗുലർ ആയിട്ടല്ല ഇത് പോകുന്നത് അല്ലെ? ഡിഫറെന്റ് ആണ്. നമ്മൾ പഠിച്ചു വെക്കാൻ തന്നെ വേണം, അല്ലെങ്കിൽ നമുക്ക് എക്സാമിന് എഴുതാനൊന്നും പറ്റില്ല അല്ലെ? ഇറഗുലർ റെഗുലർ വെർബ് പറയുമ്പോ ജസ്റ്റ് ED ഒക്കെ ചേർത്താൽ മതിയായിരിക്കും. പക്ഷെ ഇതിന് അങ്ങനെയല്ലല്ലോ. ഇല്ല, അതിനങ്ങനെയല്ല, ഡിഫറെന്റ് ആണ്. ഓക്കെ, ഇവിടെ റൈറ്റില് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടേ, ഒന്ന് ക്ലിയർ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ റൈറ്റ് റോട്ട് റിട്ടൺ 3 ആണ്. ഡ്രിങ്ക് ഡ്രാങ്ക് ഡ്രാങ്ക് ഇതും 3 ആണ് അല്ലെ? ഇവിടെ കം കെയിം കം ഉണ്ട്. അവിടെ V1ഉം V3യും സെയിം ആണ് എന്ന് പറഞ്ഞാലും അത് റെഗുലർ അല്ല. ഓക്കെ, അപ്പൊ ഇങ്ങനെ വരുന്ന വേർബ് എല്ലാം ഇറഗുലർ ആണ്. അപ്പൊ ഇറഗുലർ വേർബ്സ് ഏതാണ്, റെഗുലർ വേർബ്സ് ഏതാണ് എന്ന് നന്നായിട്ട് പഠിക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് ടെൻസ് വെച്ചിട്ട് നമ്മളൊരു സെന്റൻസ് മേക്ക് ചെയ്യുമ്പോൾ അത് പാസ്റ്റ് ആണെങ്കിൽ നമ്മൾ പാസ്റ്റ് യൂസ് ചെയ്യുന്ന വേർബ് ആയിരിക്കണം അവിടെ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇതെന്തായാലും പഠിക്കേണ്ടതാണ്. ഇത്രയേ ഉള്ളൂ എന്ന് വിചാരിക്കണം. ഒരുപാടുണ്ട്, അത് നിങ്ങൾ സ്വയം സെർച്ച് ചെയ്ത് പഠിക്കുക. ഒരുപാടുണ്ട്, അത് ഞാനിപ്പോ നോട്ട് തരാണെങ്കിൽ തീരില്ല, ഒരുപാടുണ്ടാവും. ഓക്കെ, മാക്സിമം കുറെ ഉണ്ട്. അപ്പൊ മാക്സിമം നിങ്ങൾ തന്നെ സെർച്ച് ചെയ്ത് പഠിക്കാം.
അപ്പൊ ക്വസ്റ്റ്യൻ വരാം, ഐഡന്റിഫൈ വിച്ച് ഈസ് റെഗുലർ വേർബ് എന്ന് ചോദിക്കുമ്പോ റെഗുലർ വേർബ് ആണെന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ അതിലെ 3 എണ്ണം ഇറഗുലർ വേർബും ഒരെണ്ണം റെഗുലർ ആയിട്ട് എനിക്ക് തരാം. അപ്പൊ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം ഇത് ഏതാണ് റെഗുലർ വേർബ്. ഓക്കെ, തരുമ്പോ അതിന്റെ ഫസ്റ്റ് ഫോം ആയിരിക്കും തരാം. അതായത് ഇപ്പോ റൈറ്റ്, ഡ്രിങ്ക്, പ്ലേ, കം, ഇങ്ങനെ 4 ഓപ്ഷൻ ആണ്. ഇതിൽ ഏതാണ് റെഗുലർ വേർബ്? റൈറ്റ്, ഡ്രിങ്ക്, പ്ലേ, കം. പ്ലേ ആണ്. പ്ലേയുടെ കം റെഗുലർ ആണ്. കമ്മൽ പ്ലേ ആണ് റെഗുലർ വേർബ്. അപ്പൊ ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക. ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവണം ഇത് റെഗുലർ ആണ് എന്ന്. അപ്പൊ നിങ്ങൾ പഠിക്കണം, നന്നായിട്ട് പഠിക്കണം. ഓക്കെ, ഇതൊക്കെ മസ്റ്റ് ആണ് കേട്ടോ. ഇംഗ്ലീഷ് ബേസിക് ആണ്, ഇതൊക്കെ അറിഞ്ഞിരുന്നാലേ നമുക്ക് സംസാരിക്കാൻ പോലും പറ്റുള്ളൂ. ഐഡന്റിഫൈ ചെയ്യണ്ടേ ഏത് ടെൻസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ പറയുന്ന കാര്യം പാസ്റ്റിലെ കാര്യമാണ് പറയുന്നെങ്കിൽ അവിടെ പാസ്റ്റിൽ യൂസ് ചെയ്യുന്ന verb ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. മിസ് അതൊന്നും കൂടി പറയോ? ഞാനൊരു സ്ഥലം വരെ പോയി ഓണാക്കി വെച്ചുകൊണ്ട് അടുക്കള വരെ ഞാനതൊന്ന് പറഞ്ഞു നോക്കട്ടെ. ഓക്കെ, ഒരു കാര്യം ചെയ്യോ, ഇതുവരെ ഞാനതൊന്ന് പറഞ്ഞു നോക്കട്ടെ. ഞാൻ പറയാനുള്ളത് ദിവ്യ, ഇതും കൂടെ കഴിഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് പറയാനുള്ള അവസരം ഞാൻ തരാം. ഇനിയിപ്പോ ഓക്സിലറി വേർബ് ആണ്. ഓക്സിലറി വേർബ് ഞാൻ പറഞ്ഞു ജസ്റ്റ് ഒന്ന് പറയാം. അപ്പോ ഇവിടുത്തെ ഈ റൈറ്റ് സൈഡ് നമ്മൾ കഴിഞ്ഞു. മെയിൻ വേർബ്, റെഗുലർ വേർബ്, ഇറഗുലർ, ട്രാൻസിറ്റീവ്, ഇൻട്രാൻസിറ്റീവ്, ഇത്രയും പോർഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനിയുള്ളത് പ്രൈമറി ഹെൽപ്പിംഗ് വേർബ്, മൊഡാൽ ഹെൽപ്പിംഗ് വേർബ് എന്നാണ്. അതിനെയാണ് പ്രൈമറി ഹെൽപ്പിംഗ് വേർബ് എന്ന് പറയുന്നത് ഓക്സിലറി വേർബ് ആണ്. മൊഡാൽ വേർബ് ഇത്രയൊക്കെയാണുള്ളത്. അപ്പോ ഓക്സിലറി ഏതൊക്കെയാണ്? ആം, ഈസ്, ആർ, വാസ്, വെയർ, ഡു, ഡസ്, ഡിഡ്, ഹാവ്, ഹാസ്, ഹാസ്. ഇത്രയും പഠിച്ചാൽ തന്നെ നമുക്ക് ഒരുവിധം സെന്റൻസ് മേക്ക് ചെയ്യാൻ പറ്റും. ദെൻ മൊഡൽ വേർബ് ആണ് ക്യാൻ, കുഡ്, മേ, മൈറ്റ്, ഷാൽ, ഷുഡ്, വിൽ, വുഡ്, മസ്റ്റ്, ought to. അപ്പൊ ഇതെല്ലാം അറിഞ്ഞിരിക്കണം. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ വെർബിനെ കുറിച്ച് പറയാനായിട്ട്. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആക്കണം. ഇപ്പൊ കുറച്ച് ക്ലിയർ ആയി. ഒരുപാട് പഠിക്കാനുണ്ടല്ലോ. ഓക്കെ, അപ്പൊ പറയൂ, ആരാ പറയാന്ന് പറഞ്ഞ? ദിവ്യ പറയൂ, ഫസ്റ്റ് റീഡിങ് പറയണേ. verb and what is regular, what is transitive എല്ലാം പറയണം. ഓക്കെ, ഇപ്പൊ എന്തൊക്കെയാണ് ഞാൻ പഠിപ്പിച്ചത്? മാം ഈ ഫ്ലോ ചാർട്ടിലുള്ള ഓർഡറിൽ തന്നെ പറഞ്ഞാ പോരെ? ഇല്ല, അതെ, പറയൂ. ഫസ്റ്റ് റെഗുലർ വെർബ് പറയാല്ലേ? റെഗുലർ വെർബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് വെർബില് ദിവ്യ ഒരു ഓർഡറിൽ തന്നെ പറയൂ, കുറച്ചുകൂടി ബെറ്റർ അതാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവില്ല. വെർബ് എന്താണെന്ന് പറയൂ. ആക്ഷൻ വെർബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രവർത്തി, ഒരു പ്രക്രിയ ചെയ്യുന്നതിനാണ് വെർബ് എന്ന് പറയുന്നത്. വെർബില് ഓർഡിനറി വെർബ്, ഹെൽപ്പിംഗ് വെർബും ഉണ്ട്. ഓർഡിനറി വെർബിൽ വരുന്നതാണ് റെഗുലർ വെർബ്, ഇറഗുലർ വെർബ്. ഇറഗുലർ വെർബ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല മിസ്, ഞാനൊരു ഡൗട്ട് വെച്ചിട്ട് മാമിന്റെ നോട്ട് പോലെ പറയണോ? ഇല്ല, ദിവ്യക്ക് എന്താണോ മനസ്സിലായത് അത് ഒരു ക്ലാസ് എടുക്കുന്ന പോലെ പറയും. സ്റ്റുഡൻസ് ആണ് അത് വിചാരിക്കുക, ക്ലാസ് എടുക്കുന്ന പോലെ പറയാം, എക്സാമ്പിൾസ് വെച്ചിട്ട് പറയാം. അപ്പൊ ദിവ്യക്കും കുറെ കൂടെ മനസ്സിലാവും, കേൾക്കുന്നവർക്കും കുറച്ച് ക്ലാരിറ്റി കിട്ടും. ഓക്കെ, ആ രീതിയിൽ പറയണം. ഓക്കെ, ഇപ്പൊ ആദ്യം പറഞ്ഞതിന്റെ വെർബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രിയകളെയാണ് വെർബ് എന്ന് പറയുന്നത്. അത് പലതരത്തിലുണ്ട്. ഓർഡിനറി വെർബ്, ഹെൽപ്പിംഗ് വെർബ്. ഓർഡിനറി വെർബിൽ വരുന്നതാണ് ഇറഗുലർ വെർബ്, റെഗുലർ വെർബ്. റെഗുലർ വെർബ് എന്ന് പറയുന്നത് നമ്മള് വെർബിനെ തന്നെ പ്ലേ, പ്ലേഡ്, പ്ലേഡ് എന്ന് പറയും. അതായത് V1, V2, V3. അതായത് പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും സെയിം ആയിരിക്കും. അതിന്റെ കൂടെ ഇഡിയോ അല്ലെങ്കിൽ ഡി ആണോ ചേർക്കുന്നുണ്ടായിരിക്കാം. അതായത് പാസ്റ്റ് പാർട്ടിസിപ്പിളിനും ഡി ചേർക്കുന്നുണ്ടെങ്കിൽ പാസ്റ്റിനും ഡി തന്നെയായിരിക്കും. പ്ലേ, പ്ലേഡ്, പ്ലേഡ് എന്നുള്ളത് അല്ലേ മീൻസ്? അങ്ങനെയല്ലേ? അപ്പോ അതിന് രണ്ടിനും സെയിം ആയിരിക്കും. പിന്നെ മാം പറഞ്ഞത് എന്തായിരുന്നു? ട്രാൻസിസ്റ്റ് വെർബ്, ഇൻട്രാൻസിസ്റ്റ് വെർബ്. ഒരു മിനിറ്റ്, കാണുന്നില്ല നോട്ടെ. ട്രാൻസിറ്റീവ് വെർബ്, ഇൻട്രാൻസിറ്റീവ് വെർബ്.
ട്രാൻസിറ്റീവ് വെർബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വസ്തു പ്രവൃത്തി ചെയ്യുമ്പോൾ മാത്രം ആ സെന്റൻസിന് ഒരു മീനിങ് വരുന്നത്. അർത്ഥം ഒരു സെന്റൻസിന്, ഒരു വാചകത്തിന്റെ അർത്ഥം പൂർത്തിയാവുന്നത് അതിലുള്ള ഒരു വസ്തു പ്രവൃത്തി ചെയ്യുമ്പോൾ മാത്രമാണെങ്കിൽ അതിനെ ട്രാൻസിറ്റീവ് വെർബ് എന്ന് പറയുന്നു. അതായത് ഒരു ഒബ്ജക്റ്റ് അതിന്റെ ആക്ഷൻ കാണിക്കുന്നുണ്ടെങ്കിലാണ് ആ സെന്റൻസ് മീനിങ് ഫുൾ ആവുന്നത്. ഇതിൽ തന്നിരിക്കുന്ന എക്സാമ്പിള്, അയ്യോ മാം ആ ഭാഗം ഒന്ന് എടുത്തു തരോ എനിക്ക് എക്സാമ്പിൾ നോക്കാൻ, അല്ലെങ്കിൽ ഞാനൊന്നും പറയട്ടെ. അങ്ങനെ പറയണം, കയ്യിൽ നിൽക്കും. ആ ട്രാൻസിറ്റീവ് വെർബില് എന്താ പറയാ, ഐ ഹാഡ് പാൻകേക്ക്. ഐ ഹാഡ് പാൻകേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പാൻകേക്ക് കഴിച്ചു എന്നുള്ളത്. അത് അയ്യോ അത് ട്രാൻസിറ്റീവ് ആവില്ലല്ലോ മാം. അല്ല അത് ട്രാൻസിറ്റീവ് ആണോ മിസ്സേ? ഇപ്പോ ഐ ഏറ്റ് പാൻകേക്ക് അത് പറയുമ്പോ പാൻകേക്ക് നിങ്ങള് പാൻകേക്ക് ആണോ എന്താണോ കഴിച്ചത്? ദിവ്യ വൺ സെക്കൻഡ്, ഇവിടെ ഹാഡ് യൂസ് ചെയ്തുകൊണ്ടാണോ സംശയം വന്നത്? ആണോ? ശരി ശരി, സിമ്പിൾ ആയിട്ടുള്ളത് പറയാൻ തന്നെ. അപ്പൊ ഹാഡ് ഇവിടെ യൂസ് ചെയ്ത് കറക്റ്റ് ആണ്. പക്ഷെ അത് ഞാൻ നിങ്ങൾക്ക് ഹാഡൊക്കെ പറഞ്ഞു തരുമ്പോ അത് ക്ലിയർ ചെയ്ത് തരാം. ഇപ്പൊ തൽക്കാലം ദിവ്യ ഈറ്റ് എന്ന് പറയാം. ഈറ്റോ അല്ലെങ്കിൽ ഏറ്റോ. ഓക്കെ, സോറി. എന്താ ഇപ്പൊ നമുക്ക് ടെക്സ്റ്റിൽ വന്ന എക്സാമ്പിള് ഐ ഓപ്പൺ ദ ഡോർ. അപ്പൊ ആ ഡോർ ഓപ്പൺ ചെയ്തു എന്ന്, ആ ഡോർ എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് അവിടെ ആ പ്രവൃത്തി ചെയ്തത് കൊണ്ടാണ് ആ സെന്റൻസ്, അതായത് ഓപ്പൺ എന്ന് വന്നിട്ടുള്ള ക്രിയ വന്നു, ഇത് കംപ്ലീറ്റ് ആയത്. അത് ഡോറിന്ന് ഉപയോഗിച്ചില്ലായിരുന്നെങ്കിൽ വെറുതെ ഓപ്പൺ എന്ന് പറഞ്ഞതുകൊണ്ട് ആ സെന്റൻസ് ക്ലിയർ ആവില്ല. അതുപോലത്തെ ഐ ബ്രോക്ക് ദ പെൻസിൽ, ഞാനൊരു പെൻസിൽ ഒടിച്ചു. ഐ ബ്രോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സെന്റൻസ് കംപ്ലീറ്റ് അല്ല. ഞാൻ അവിടെ ഒബ്ജക്റ്റിന്റെ പേര് പറഞ്ഞാലാണ് ആ സെന്റൻസ് കംപ്ലീറ്റ് ആവുള്ളൂ. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഐ ക്ലോസ് ദ ഡോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോർ എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് വന്നത് കൊണ്ടാണ് ആ സെന്റൻസ് കംപ്ലീറ്റ് ആവുന്നത്. ക്ലോസ്ഡ് എന്ന് പറഞ്ഞിട്ട് വെറുതെ നിർത്താണ്. ഐ ക്ലോസ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ക്ലോസ് ചെയ്തതെന്ന് പറയുന്നില്ല. അപ്പൊ അത് ട്രാൻസിറ്റീവ് വെർബാണ്. അതില് ചുരുക്കി പറഞ്ഞാൽ ആ സെന്റൻസിൽ ഒബ്ജക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ, വെർബ് കഴിഞ്ഞിട്ട് ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അത് ട്രാൻസിറ്റീവ് വെർബായിരിക്കും. അതല്ലേ മിസ്സേ? എന്തെങ്കിലും തെറ്റുണ്ടോ? എന്താണ് ഇൻട്രാൻസിറ്റീവ് സെന്റൻസ് അല്ല, സെന്റൻസ് അല്ല, വെർബ്. ഇൻട്രാൻസിറ്റീവ് വെർബ് എന്താണ് ആ സെന്റൻസില് ഇൻട്രാൻസിറ്റീവ് വെർബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വെർബിന് ആ സെന്റൻസിൽ ഒബ്ജക്റ്റ് ഇല്ലാതെ തന്നെ ആ സെന്റൻസ് മീനിങ് ഫുൾ ആയിരിക്കും. ഒരു വസ്തുവിന്റെ പ്രവർത്തനമോ ഒന്നും ഇല്ലാതെ തന്നെ ആ ക്രിയ പറഞ്ഞുകൊണ്ട് തന്നെ ആ വാചകം പൂർണ്ണമായ അർത്ഥത്തിലെത്തും. അതല്ലേ? എക്സാമ്പിൾ ഒന്ന് പറഞ്ഞോ? ഇൻട്രാൻസിറ്റീവിന്റെ എക്സാമ്പിൾ എന്താണ്? ടീ ഈസ് ഹോട്ട് എന്ന് പറഞ്ഞ അത് ഇൻട്രാൻസിറ്റീവ് ആണോ മിസ്സേ? അല്ലേ? ദ ടീ ഈസ് ഹോട്ട്. അപ്പൊ അതില് ഒബ്ജക്റ്റ് ഒന്നുമില്ല. ടീ ഈസ് ഹോട്ട് എന്ന് പറയുന്ന ക്രിയ പറഞ്ഞുകൊണ്ട് തന്നെ ആ സെന്റൻസ് മുഴുവനാണ്. അപ്പൊ ഒരു വാചകത്തില് ഒബ്ജക്റ്റ് ഇല്ലാതെ തന്നെ അത് അർത്ഥവത്തായി തീർന്നു എന്നുണ്ടെങ്കിൽ അതിനെയാണ് ഇൻട്രാൻസിറ്റീവ് എന്ന് പറയുന്നത്. അതിൽ ഒബ്ജക്റ്റ് ഉണ്ടായിരിക്കില്ല, ആ സെന്റൻസിൽ അർത്ഥം മുഴുവനാക്കാനായിട്ട് ഒബ്ജക്റ്റ് ഉണ്ടായിരിക്കില്ല. അത്രയല്ലേ മിസ്സേ? അതെ, പറയാന്നൊക്കെ വലിയ ഉത്സാഹത്തിൽ പറഞ്ഞു തുടങ്ങുമ്പോ നമുക്കത് മറ്റുള്ളവർക്ക് അത് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ. നമുക്കത് മനസ്സിലായിട്ടുണ്ട്,
പക്ഷെ പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ. ആ അതാണ് ഇല്ല, പ്രശ്നമൊന്നുമില്ല കേട്ടോ. എനിക്ക് ഡൗട്ട്സ് ഉണ്ടായിരുന്നു, അതൊക്കെ ക്ലിയർ ആയി. എന്തോ ഞാൻ ഒന്നും കൂടെ പറഞ്ഞ് ഡൗട്ട് ആക്കിയാലോ എല്ലാവർക്കും? ഇത് ഡൗട്ട് ഉണ്ടെന്നാണോ പറഞ്ഞത് ആരെങ്കിലും? അല്ല, ഞാൻ ഈ ലാസ്റ്റ് ഡൗട്ട്സ് ക്ലിയർ ചെയ്യണം എന്ന് കരുതിയിരുന്നു, പക്ഷെ അത് ഇതിൽ ക്ലിയർ ആയി എന്ന് പറയാം. നന്നായിട്ടാ പറഞ്ഞേ. താങ്ക് യു. ഇങ്ങനെ പറയുമ്പോ കേൾക്കുന്നവർക്ക് ക്ലിയർ ആകും, പറയുന്നവന് കൂടുതൽ ക്ലിയർ ആകും. ഇതിൽ രണ്ടെണ്ണം മിക്സ് ആയിട്ടുണ്ട്. ആക്ഷൻ, അതായത് മിക്കവാറും അത് ഇമ്പോർട്ടന്റ് അല്ല എന്ന് പറഞ്ഞത് കൊണ്ടായിരിക്കും കുട്ടി പറയാതിരുന്നത്. ആക്ഷൻ വെർബും ഫ്ലോ ചാർട്ടിലുള്ളതാണ് പറഞ്ഞോളൂ. മാം സ്റ്റേറ്റ് വെർബ് പറഞ്ഞിരുന്നു അല്ലെ? സ്റ്റേറ്റ് വെർബ് എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് അല്ലെ, ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അല്ലേ അതിനെ സ്റ്റേറ്റ് വെർബ് എന്ന് പറയുന്നത്. ഇപ്പോ ഷീസ് ക്രൈയിങ് എന്ന് പറഞ്ഞു, ബേബി ഈസ് ക്രൈയിങ്, ഷീസ് സിറ്റിംഗ്, ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കേ, ആക്ഷൻ വെർബ് ഇല്ലാത്തതിന് സ്റ്റേറ്റ് വെർബ് എന്ന് പറയും അല്ലേ? സ്റ്റേറ്റ്. അതെ. ഇനി ആർക്കെങ്കിലും പറയാൻ താല്പര്യമുണ്ടോ? വേണമെങ്കിൽ പറയാം ഒരു പ്രാവശ്യം. പറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ശരിയാവോന്ന് അറിഞ്ഞൂടാ. പറഞ്ഞു നോക്കാം. അത് ശരിയാവോ അത് ചിന്തിക്കണ്ട, പറഞ്ഞു അത് ശരിയായിക്കോളൂ. മാം ഒരു മിനിറ്റ്, ഒരു കാര്യം ചോദിച്ചോട്ടെ. ഈ സ്റ്റേറ്റ് വെർബ് എന്ന് പറയുന്നതില് ഇമോഷൻസ് നമുക്ക് അങ്ങനത്തെ ഉള്ള കാര്യങ്ങളാണോ ഈ സ്റ്റേറ്റ് വെർബിൽ അധികം വരിക? ഇല്ലില്ല, അങ്ങനെയല്ല. അതൊരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും, അത്രേ ഉള്ളല്ലേ? സ്റ്റേറ്റ്മെന്റ് അങ്ങനെയല്ലേ? ഇപ്പോ സ്റ്റേറ്റ്മെന്റ് പറയണം. അതായത് ഇപ്പോ അവിടെ ഇപ്പോ ഐ ആം ഗോയിങ് ടു മൈ ഹോം എന്ന് പറയുമ്പോ അത് സ്റ്റേറ്റ്മെന്റ് ആണോ ആക്ഷൻ? സ്റ്റേറ്റ്മെന്റ് അല്ലേ? നോ, ഐ എം ഗോയിങ് ടു ഹോം എന്ന്. അപ്പൊ അത് എന്താ? ആക്ഷൻ വെർബാണ്. പിന്നെ നടന്നു പോവല്ലേ, ഗോയിങ് അല്ലേ, പോവുകയാണല്ലോ, ആക്ഷൻ. അതെ അതെ, ഗോയിങ് ടു. അതാണ്. ഐ ആം എ ടീച്ചർ. സ്റ്റേറ്റ്മെന്റ് അല്ലേ? അല്ല പഠിപ്പിക്കുമല്ലേ? ഡു ആക്ഷൻ ആണ്. ആക്ഷൻ. ഐ ആം എ ടീച്ചർ എന്നാ പറഞ്ഞത്. ടീച്ചർ, ടീച്ചിങ് അല്ല. ഓക്കെ, അപ്പൊ അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. സ്റ്റേറ്റ്മെന്റ്. അപ്പൊ അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, അത്രേ ഉള്ളൂ. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് കൺഫ്യൂഷൻ ആണെങ്കിൽ അതിനെ കുറിച്ച് ചിന്തിക്കേണ്ട, സ്റ്റേറ്റ്മെന്റ് ആണ് എന്ന് മാത്രം മനസ്സിലാക്കി. അപ്പം അതെന്തായാലും എക്സാമിന് ചോദിക്കത്തില്ല അല്ലേ? ചോദിക്കാം, ചോദിക്കാതിരിക്കാം. വേറൊരു കാര്യം, ആക്ഷൻ വേർബ് ക്വസ്റ്റ്യൻ വരുമ്പോ എനിക്ക് എന്റെ സ്റ്റേറ്റ് വേർബ് ചോദിച്ചേ പറ്റൂ അല്ലെ? എന്നാലും എനിക്ക് ആക്ഷൻ വേർബ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. മനസ്സിലായോ? ആക്ഷൻ വെർബിൽ ചിലപ്പോ സ്റ്റേറ്റ് വെർബ് തരും എക്സാമ്പിൾ ആയിട്ടില്ല ടീച്ചറെ? അപ്പൊ നമ്മൾ മനസ്സിലാക്കണ്ടേ? ഓക്കെ. ഇനി ആർക്കെങ്കിലും പറയാൻ താല്പര്യമുണ്ടോ? പറഞ്ഞു നോക്കണോ? എന്നോടാ ചോദിക്കും. അല്ല, ഇപ്പം അത്യാവശ്യം എല്ലാവർക്കും മനസ്സിലായിരിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു ഇനിയിപ്പൊ കൺഫ്യൂഷൻ ആവോ എന്നൊരു പേടിയുണ്ട്. ചിലപ്പോ എനിക്ക് കാര്യം അറിയാം, പക്ഷെ അതെ, ഞാൻ പറഞ്ഞു കഴിഞ്ഞാലേ ചിലർക്കൊക്കെ മനസ്സിൽ തോന്നും ഇതല്ല ഇങ്ങനെയും കൂടിയും പറഞ്ഞാൽ നന്നായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് കുറച്ചും കൂടി മനസ്സിൽ ലളിതമായിട്ട് തോന്നിയിരിക്കാം. ഞാനതിനെ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലാവോന്ന് വെച്ചാൽ കുറച്ചും കൂടി ഡിഫിക്കൽറ്റി ആവുന്ന എന്റെ സംശയം. അപ്പൊ ഇല്ല, നന്നായിട്ട് മനസ്സിലായി. അതാ ഞാൻ പറഞ്ഞത്, ദിവ്യ പറഞ്ഞ എനിക്ക് നന്നായിട്ട് മനസ്സിലായി. ഇത് ഞാൻ പറഞ്ഞു, ഇനി അത് കൺഫ്യൂഷൻ ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് പറഞ്ഞതാണ്. ഞാനൊന്ന് പറയട്ടെ ടീച്ചറെ? ചിലപ്പോ തെറ്റാം, അപ്പൊ ടീച്ചർ പറഞ്ഞാൽ വെർബ് എന്ന് പറയുമ്പോ വെർബ് ഈസ് എ ആക്ഷൻ വെർബ് ഉണ്ടാവും, സ്റ്റേറ്റ് വെർബ് ഉണ്ടാവും. നമ്മള് ആക്ഷൻ വെർബ് എന്ന് പറയുമ്പോ അതിന് എക്സാമ്പിൾ ആണ് പ്ലേ, ഈറ്റിംഗ്, പിന്നെന്താണ് റണ്ണിങ്, ജമ്പിങ്, അങ്ങനെയുള്ളതൊക്കെ ആക്ഷൻ വെർബാണ്.
പിന്നെ സ്റ്റേറ്റ് വെർബ് എന്ന് പറയുമ്പോൾ അതിൽ ആക്ഷൻസ് ഒന്നും ഉണ്ടാവില്ല. ഐ നോ എന്നൊക്കെ പറയില്ലേ, എനിക്കറിയാം, അതൊരു സ്റ്റേറ്റ് വെർബാണ്. അതേപോലെ പിന്നെ ഐ ബിലീവ് എന്നുള്ളതൊക്കെ, അങ്ങനെ ബിലീവ് വരുമ്പോ അതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ്. പിന്നെ ഓർഡിനറി വെർബ്സില് ഓർഡിനറി വെർബ്സിനെ രണ്ടായി തിരഞ്ഞെടുക്കുന്നുണ്ട്, റെഗുലർ വെർബും ഇറഗുലർ വെർബും. റെഗുലർ വെർബ് എന്ന് പറയുമ്പോ അത് റെഗുലറായി പോകുന്ന വെർബാണ്. V1 V2 V3 പ്ലേ, പ്ലേഡ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ടീച്ചർ ടേബിളിൽ പറഞ്ഞു തന്നില്ലേ, ഇനി എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ട്രാൻസിറ്റീവ് വെർബ് എന്ന് പറയുമ്പോൾ എ ട്രാൻസിറ്റീവ് വെർബ് ദാറ്റ് റിക്വയർ എ ഡയറക്റ്റ് ഒബ്ജക്റ്റീവ് കംപ്ലീറ്റ് മീനിങ് ഇൻ എ സെന്റൻസ്. ഒരു സെന്റൻസ് കംപ്ലീറ്റ് മീനിങ്ങോട് കൂടിയിട്ട് ഒരു സെന്റൻസ് പൂർത്തിയാകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ട്രാൻസിറ്റീവ് വെർബ് എന്നാണ് പറയുക. അതായത് ഒബ്ജക്റ്റോട് കൂടിയിട്ട് ഒരു സെന്റൻസ് പൂർത്തിയാകുന്നുണ്ടെങ്കിൽ. ഐ ഓപ്പൺ ദ വിൻഡോ, ഞാൻ ഓപ്പൺ ചെയ്തു. എന്താ ഓപ്പൺ ചെയ്തത്? അപ്പൊ ഞാൻ ഐ ഓപ്പൺഡ് എന്ന് മാത്രം പറയുകയാണെങ്കിൽ അതൊരു സെന്റൻസ് പൂർത്തിയാകില്ലല്ലോ. ഒരു സെന്റൻസ് പൂർത്തിയായിട്ട് നമ്മളൊരു സെന്റൻസ് പറയുകയാണെങ്കിൽ അതിനെയാണ് ട്രാൻസിറ്റീവ് വെർബ് എന്ന് പറയുക. നമ്മളൊരു സെന്റൻസ് പൂർത്തിയാക്കാതെ പറയുകയാണെങ്കിൽ അതിന് ഇൻട്രാൻസിറ്റീവ് എന്ന് പറയും. അപ്പൊ ഐ ഓപ്പൺഡ് എന്ന് മാത്രം പറയുകയാണെങ്കിൽ അത് ഇൻട്രാൻസിറ്റീവ് വെർബാണ്. ഐ ഓപ്പൺ ദ വിൻഡോ എന്ന് പറയുമ്പോ ഞാൻ എന്താ ഓപ്പൺ ചെയ്തെന്നും കൂടി പറയുന്നുണ്ടല്ലോ, അപ്പൊ അത് ട്രാൻസിറ്റീവ് വെർബാണ്. അങ്ങനെയല്ലേ? മിസ് അതെ, ഞാൻ ചോദിച്ചോട്ടെ, ഈ ട്രാൻസിറ്റീവ് വെർബില് ഇപ്പൊ സഫിയ പറഞ്ഞില്ലേ ഐ ഓപ്പൺ ദ ഡോർ, ഐ ഓപ്പൺഡ് എന്ന് പറഞ്ഞാൽ അത് ഇൻട്രാൻസിറ്റീവ് ആവോ? അങ്ങനെ ആവില്ല. ഐ ഓപ്പൺഡ് എന്ന് പറഞ്ഞാൽ ഞാൻ തുറന്നു. എന്ത് തുറന്നു എന്നുള്ളത് പറയുന്നില്ലല്ലോ. എന്ത് തുറന്നു എന്നുള്ളത് പറയുമ്പോ അത് ട്രാൻസിറ്റീവ് വെർബാവും. ഐ ഓപ്പൺഡ് ദ ഡോർ അല്ലെങ്കിൽ വിൻഡോ എന്തോ ആയിക്കോട്ടെ, ഐ ഓപ്പൺഡ് ദ അതിന്റെ കൂടെ ഒബ്ജക്റ്റും കൂടി ചേർത്ത് വരുമ്പോ അത് ട്രാൻസിറ്റീവും. ഒബ്ജക്റ്റ് ഇല്ലാതെ ഒരു സെന്റൻസ് പൂർത്തിയാവാതെ പകുതിയിലൊക്കെ നിർത്തില്ലേ, ചില സമയത്ത് നമുക്ക് ഒബ്ജക്റ്റ് ആവശ്യമില്ലാതെ തന്നെ ഒരു സെന്റൻസ് ഉപയോഗിക്കാനായിട്ട് പറ്റും. ആ സമയത്താണ് നമ്മൾ ഇൻട്രാൻസിറ്റീവ് വെർബ് യൂസ് ചെയ്യുന്നത്. പറഞ്ഞതില് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയായി, പക്ഷെ ആദ്യം പറഞ്ഞതിൽ ഒരു തെറ്റ് വന്നു. അതാ ഞാൻ പറഞ്ഞത്. ആള് പറഞ്ഞു ക്രിയ ഇല്ലാത്ത സെന്റൻസ് ഇൻട്രാൻസിറ്റീവ് ആവുന്നു. പക്ഷെ ക്രിയ ഇല്ലാത്തതെന്ന് മാത്രല്ല, ആ ക്രിയ ഇല്ലാതെ തന്നെ ആ സെന്റൻസ് കംപ്ലീറ്റ് ആയി മീനിങ് ഫുൾ ആയെങ്കിൽ അത് ഇൻട്രാൻസിറ്റീവ്. അതെ, ക്രിയേനെ ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല. ഒരു സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ചില സ്ഥലത്ത് ഒബ്ജക്റ്റ് ആവശ്യം ഉണ്ടാവില്ല. ആവശ്യമില്ലാതെ തന്നെ ആ സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള അതിനെയാണ് ഇൻട്രാൻസിറ്റീവ് വെർബ് എന്ന് പറയുന്നത്. ശരിയാണ്. ഇപ്പൊ പറഞ്ഞ ശരി. ആദ്യം ഇതിലും മുന്നൊരു സെന്റൻസ് പറഞ്ഞതിൽ ഒരു മിസ്റ്റേക്ക് വന്നു, രണ്ടാമത് പറഞ്ഞ കറക്റ്റ് ആയിട്ടുണ്ട്. ഇപ്പൊ കറക്റ്റാ. നമ്മള് ടെൻഷനിൽ പറഞ്ഞപ്പോ തെറ്റിപ്പോയതായിരിക്കും, സോറി. എല്ലാവർക്കും ഒരേപോലെ ടീച്ചിങ് കിട്ടില്ല. പലരും പല രീതിയിലാണ് പഠിക്കുക. പറയുന്നതും അങ്ങനെ തന്നെ. ഇപ്പൊ ഞാൻ പറയുന്ന രീതിയിലല്ല രണ്ടുപേരും പറഞ്ഞത്, അല്ലെ? അത് മൂന്നും കേട്ടപ്പോ നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ ആയി. അത്രയേ ഉള്ളൂ. ആണ്. അതെന്താന്ന് വെച്ചാൽ ഓരോരുത്തരും അക്സെപ്റ്റ് ചെയ്യുന്ന രീതി വ്യത്യാസമുണ്ട്. ചിലപ്പോൾ മിസ് നല്ല സ്പീഡിനായിരിക്കും പറയുന്ന, അല്ലെങ്കിൽ ഈ കുട്ടികൾ രണ്ടുപേരും ഭയങ്കര സ്ലോ ആയിട്ടാണ് പറയുന്ന. ചിലപ്പോൾ മിസ് സ്പീഡിന് പഠിപ്പിച്ചാലും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അത് ആ ഒരു രീതിയാണ്. പക്ഷെ എല്ലാരും രണ്ടുപേരും സൂപ്പർ ആയിട്ട് പറഞ്ഞു. നല്ലതായിരുന്നു. എല്ലാവരും സൂപ്പറാണെന്ന് പറയാതെ അവരും നന്നായിട്ട് പഠിപ്പിച്ചു. അടുത്ത ക്ലാസ്സിൽ ഞാൻ പറയാം മിസ്. അടുത്ത ക്ലാസ്സില് ഞങ്ങൾ കുറച്ച് റെഗുലർ വെർബ്സും ഇറഗുലർ വെർബ്സ് ഒക്കെ കുറച്ച് കൂടുതൽ കളക്ട് ചെയ്തിട്ട് വരാം. അപ്പൊ കുറച്ച് പഠിച്ച പോലെ ആയല്ലോ. താങ്ക് യു മിസ്. ഇന്നത്തെ ക്ലാസ് നല്ലതായിരുന്നു. അതാണ് ഞങ്ങളുടെ ക്ലാസ്സിലെ ഭയങ്കരമായിട്ടുള്ള എല്ലാവരും സംസാരിക്കുമ്പോഴാണ് നല്ല ക്ലാസ് ആയിട്ട് വരാം. അതായത് ഞാൻ മാത്രം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടല്ല. ഓക്കെ. ഇന്ന് മിസ് നമുക്ക് കുറച്ചും കൂടെ നമുക്ക് സംസാരിക്കാനുള്ള ഒരു ചാൻസ് കിട്ടി. അതുകൊണ്ട് നമ്മളെല്ലാവരും സംസാരിച്ചു. ചാൻസ് തരാം. ഓക്കെ അപ്പൊ താങ്ക് യു. ചാൻസ് ഒക്കെ നമ്മൾ ഉണ്ടാക്കി എടുക്കണം. Thank you, miss. Thank you, miss.